അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. എംഎസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരീക്ഷയ്ക്കുള്ള പാദവാർഷിക പരീക്ഷയ്ക്കുള്ള 4 പാഠങ്ങളും ഓരോ പാഠങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അതിൻ്റെ തദ്രീബാത്ത് പറഞ്ഞ് അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുകയില്ല. ഇത് ഒരു മണിക്കൂറിലേറെയുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യം 1ാമത്തെ പാഠം വരെയുള്ള ഭാഗം മാത്രം കാണുക. എന്നിട്ട് അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ച് അർത്ഥം വെച്ച് വായിച്ചൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഈ വീഡിയോ എടുത്ത് 1ാമത്തെ പാഠം തീരുന്നത് വരെ എത്ര സമയമാണ് ആയത് എന്ന് നോട്ട് ചെയ്ത് പിന്നെ വീണ്ടും വീഡിയോ എടുത്തിട്ട് 2ാമത്തെ പാഠം പഠിക്കുക. 2ാമത്തെ പാഠം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ നിർത്തുക. എന്നിട്ട് അതൊന്ന് ശരിക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 3ാമത്തെ പാഠത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുക. പിന്നെ 4ാമത്തെ പാഠത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുക. അതിനുശേഷം ലാസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെയേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് എടുത്താലേ എല്ലാവർക്കും ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതിനെ 4 ഭാഗമാക്കി എടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് 3ാമത്തെ ഭാഗം കിട്ടും, ചിലവർക്ക് 2ാമത്തെ ഭാഗം കിട്ടും, ചിലവർക്ക് 4ാമത്തെ ഭാഗം കിട്ടും. ഇത് 1ാമത്തെ പാഠം കഴിഞ്ഞെങ്കിലേ 2ാമത്തെ പാഠം ശരിയാവൂ. 1ഉം 2ഉം ക്ലിയർ ആയാലേ 3ാമത് ശരിയാവൂ. ലിസാനുൽ ഖുർആൻ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതിൻ്റെ ബാക്കിയാണ് 3ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ കാണുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക, പുസ്തകത്തിലേക്ക് നോക്കുക. ഓക്കെ, ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ക്ഷമയോടുകൂടി ക്ലാസ് കാണുക. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് എംഎസ് വോയിസിൻ്റെ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ അനുഭവം, പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായ അനുഭവം രണ്ടും നിങ്ങൾ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പറയുന്നത് സ്പീഡിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്ന സ്പീഡ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സംസാരിക്കുന്ന സ്പീഡ് കുറക്കാനുള്ള സംവിധാനം സെറ്റിങ്സിലുണ്ട്. ആ മേലെ കാണുന്ന ചക്രത്തിൻ്റെ അവിടെ പോയിട്ട് സ്പീഡൊന്ന് കുറച്ചിട്ടിട്ട് നിങ്ങൾ കേട്ടാൽ മതി. ഓക്കെ, ഇനി സ്പീഡ് കൂടുതലാണ് പോരാന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടിട്ടും കാണാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. രക്ഷിതാക്കളും മക്കളും ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്നത് 1ൻ്റെ ബാക്കിയാണ് 1. അഥവാ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതിൻ്റെ ബാക്കിയാണ് 3ൽ, 2ലും 3ലും പഠിച്ചതിൻ്റെ ബാക്കിയാണ് 4ൽ, അത് 2ലും 3ലും 4ലും പഠിച്ചതിൻ്റെ ബാക്കിയാണ് 5ൽ. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. അറബി ഭാഷയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറബി ഗ്രാമറുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2ാം ക്ലാസ്സിൽ പഠിച്ചതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ 1ാമത്തെ പാഠം, 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ്റെ 1ാമത്തെ പാഠം 2ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാ പാഠങ്ങളുമാണ്. 2ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ നമ്മൾ പഠിച്ച 10 പാഠമുണ്ട്. ആ 10 പാഠം മൊത്തം അതിൻ്റെ ഒരു ആവർത്തനം, ഒരു ഓർമ്മപ്പെടുത്തലാണ് 1ാമത്തെ പാഠം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കൂടുതൽ സമയം കളയാതെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ലിസാനുൽ ഖുർആന് പിന്നെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക 3ാം ക്ലാസ്സിലെ. അതിൽ 3ാമത്തെ പേജ് എടുക്കുക. 3ാമത്തെ പേജിൽ നമ്മളുടെ പാഠഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാം. 10 പാഠമാണ് നമുക്ക് ഈ പേജിൽ ഉള്ളത്. അതായത് ഈ പുസ്തകത്തിൽ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൽ 10 പാഠമാണ് ഉള്ളത്. പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് 4 പാഠമാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇതിൽ 1ാമത്തെ പാഠം പറയുന്നത് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ഹാദാ കലമി എന്നാണ്. പാഠം എടുക്കേണ്ട കേട്ടോ, ഈ പേജ് മാത്രം എടുത്താൽ മതി. 3ാമത്തെ പേജ് ഹാദാ കലമി. ഹാദ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹാദിഹി എന്ന് പറഞ്ഞാലും ഇതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഹാദാ കലമി, ഇതെൻ്റെ പേനയാകുന്നു. ഇതാണ് 1ാമത്തെ പാഠം. ഈ പാഠം എന്താ? അത്തക്രാറു മിന സൊഫി സാനി, 2ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ആവർത്തനാണ് ഈ പാഠം. പിന്നെ 2ാമത്തെ പാഠം ഇദൽ മസ്ജിദി, 3ാമത്തെ പാഠം മജല്ലത്തുൻ ബി ഖത്തിൽ യദി, 4ാമത്തെ പാഠം ഫിക്രത്തുൻ റായിഅത്തുൻ. ഈ 4 പാഠങ്ങളാണ് നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത്. ഇനി നിങ്ങൾ 3ാമത്തെ പേജ് കഴിഞ്ഞ് 4ാമത്തെ പേജ് ഇങ്ങോട്ട് മറിക്കുക. 4ാമത്തെ പേജിൽ ഒരു ദ്വായാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങളെ മദ്രസയിൽ പാടി പഠിപ്പിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ 1-2 വരികളൊക്കെ അതിൽ നിന്ന് പൂരിപ്പിക്കാനോ എഴുതാനോ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് പഠിക്കുക. ഇനി ഇപ്പുറത്തെ പേജിലേക്ക് നോക്കുക, 5ാമത്തെ പേജിലേക്ക് നോക്കുക. അദ്ദർസുൽ അവ്വൽ 1ാമത്തെ പാഠമാണ്. ഇവിടെ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് 2ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ വരണം. ഒരു ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ആദ്യത്തെ പടം നോക്കുക നിങ്ങൾ, ഒരു ആൺകുട്ടി തൊപ്പി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി മക്കനെ ഇട്ട് പർദ്ദ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ ആങ്ങളെയും പെങ്ങളാണ്. അവരുടെ സംസാര ഭാഷയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് പറയുന്നത്? അന എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ്
2ാം ക്ലാസ്സിൽ ഫസ്റ്റ് പാഠം അന എന്നുള്ളത് പഠിക്കലാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അതൊരു ആൺകുട്ടി പറഞ്ഞാലും ഞാൻ തന്നെ, പെൺകുട്ടി പറഞ്ഞാലും അന എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. ഒരു ആൺകുട്ടി അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരു പെൺകുട്ടി അന എന്ന് പറഞ്ഞാൽ ഞാൻ, അങ്ങനെ തന്നെ അർത്ഥം അതിന്. അപ്പോൾ അന ദാരിസുൻ എന്ന് ആൺകുട്ടി പറയാണ്. എന്താ അതിനർത്ഥം? നമ്മൾ മുമ്പ് പഠിച്ചതാണ്, ഞാൻ പഠിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്, അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. പെൺകുട്ടി ആ പെൺകുട്ടിയോട് എന്നിട്ട് ചൂണ്ടിയിട്ട് പറയാണ് അൻതി. പെണ്ണിനോട് എന്തെന്ന് പറയാൻ പാടില്ല? അൻത എന്ന് പറയാൻ പാടില്ല. അൻത എന്നുള്ളത് ആരോടാ പറയേണ്ടത്? ആണിനോട്, ആൺകുട്ടിയോടാണ്. ആണിനോടാണ് അൻത എന്ന് പറയാ, പെണ്ണിനോട് അൻതി എന്ന് പറയാ. അപ്പോൾ ഈ ആൺകുട്ടി പെണ്ണിനോട് നേരെ ചൂണ്ടിയിട്ട് പറയണ അൻതി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് അതിൻ്റെ ഇപ്പുറത്തുള്ളത് നോക്കുക. ഒരു മദ്രസയിൽ ക്ലാസ്സിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഇങ്ങനെ ഇരിക്കണ ഫോട്ടോ ആണ്. എന്താണ് അതിൽ? പെൺകുട്ടിയാണ് ഇനി പറയുന്നത്. പെൺകുട്ടി പറയുകയാണെങ്കിൽ അന ദാരിസുൻ എന്ന് പറഞ്ഞാൽ പറ്റൂല, ദാരിസത്തുൻ എന്ന് പറയണം. നമ്മൾ 2ാം ക്ലാസ്സിലെ ലിസാൻ ഖുർആനിൽ ചർച്ച ചെയ്തിരുന്നു. പദങ്ങൾ, ഒരു വാക്ക് കണ്ടാൽ അതിൽ പുല്ലിംഗ വാക്കുണ്ട്, സ്ത്രീലിംഗ വാക്കുണ്ട്. സ്ത്രീലിംഗ വാക്കാണെങ്കിൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഒരു താ അവസാനത്തിലുണ്ടാകും. ഒന്നിൽ പൂജൻ താ ആണ് അത് ഉണ്ടാവുക, പുള്ളിയുള്ള താ. അത് ഒറ്റക്കും എഴുതും. ഇപ്പം കുറത്തുൻ എന്ന് എഴുതുമ്പോൾ താവ് ഒറ്റക്കാണ് എഴുതുക. ഇവിടെ ദാരിസത്തു എന്ന് പറയുമ്പോൾ താവ് കൂട്ടി എഴുതിയിട്ടുണ്ട്. ഹിറത്തുൻ അടിയിൽ വരുന്നുണ്ട് ഹിറത്തുന് താവ് ഒറ്റക്കാണ് എഴുതിയിരിക്കുന്നത്. ഈ താകളൊക്കെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീലിംഗവുമായിട്ടുള്ള സംസാരമാകുമ്പോൾ നമ്മൾ താ ഇട്ടിട്ട് പറയണം. സ്ത്രീലിംഗം ഇല്ലെങ്കിൽ താ ഇല്ലാണ്ട് ഉപയോഗിക്കണം. ഇപ്പോൾ അനദാരിസത്തുൻ പെൺകുട്ടിയെ പറയുന്നത്, അവൾ പെണ്ണാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് അനദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. എന്നിട്ട് അവൾ പറയാണ് അൻതാഹി, നീ എൻ്റെ സഹോദരനാണ്. അപ്പോൾ ആ പെൺകുട്ടി ആൺകുട്ടിയോടാണ് പറയുന്നത് അല്ലേ? അൻത എന്ന് പറഞ്ഞത് അതൊക്കെ ലമീറാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ലമീർ 2-3 തരത്തിലുള്ള ലമീറുണ്ട്. മുത്തകല്ലിമായ ലമീറുണ്ട്, മുഹാത്തബായ ലമീറുണ്ട് എന്നൊക്കെ പറഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അന എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണാണ്. അൻത അൻതി എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് പേഴ്സണാണ്. ഫസ്റ്റ് പേഴ്സൺ അന എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുന്ന ആൾ. നാം ആരോടാണോ സംസാരിക്കുന്നത് അയാളാണോ സെക്കൻഡ് പേഴ്സൺ. അയാളാണ് നമ്മൾ അൻത അൻതി. അപ്പുറത്ത് നിൽക്കുന്നത് ഒരാണായിരിക്കും, അപ്പോൾ അൻത എന്ന് പറയാം. ഒരു പെണ്ണാണെങ്കിൽ അൻതി എന്ന് പറയാം. ഇനി 2 പെണ്ണുണ്ടെങ്കിൽ, 2 ആണുണ്ടെങ്കിൽ, കുറേ ആണുങ്ങൾ കുറേ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഈ 2 ചിത്രം കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് നോക്കൂ. ഇനി ഹാദ കലമി, ഇപ്പുറത്തത് ഒരു പേനയിലേക്ക് ചൂണ്ടിയിട്ട് പറയാണ് ഹാദ കലമി. കലമുൻ എന്നുള്ളത് പുല്ലിംഗാണ്, അതുകൊണ്ട് ഹാദ പറഞ്ഞു. കലമുൻ എന്നുള്ളത് സ്ത്രീലിംഗം ആണെങ്കിൽ എന്താണ് പറയേണ്ടത്? നമുക്കറിയാം, ഹാദിഹി എന്നാണ് പറയേണ്ടത്. പിന്നെ കലമുൻ എന്നുള്ളത് പേന, അതിൻ്റെ കൂടെ യാ എഴുതി വന്നപ്പോൾ എൻ്റെ എന്നുള്ള അർത്ഥം വന്നു. അപ്പം അതുകൊണ്ട് ഹാദ, ഇത്, കലമീ, എൻ്റെ പേനയാകുന്നു. എന്നിട്ട് പറയാണ് അൽ കലമു, പേന എവിടെയുള്ളത്? അൽ കലമു ഫിൽ ജൈബി, പേന പോക്കറ്റിലാണ്. ജൈബ് എന്നുള്ളത് പോക്കറ്റ്, ഫി എന്നുള്ളത് ഇൽ എന്നുള്ള അർത്ഥം. നമ്മൾ ജെറിൻ്റെ ഹർഫുകൾ 2ാം ക്ലാസ്സിൽ 2 ചെറിൻ്റെ അർഫ് പഠിച്ചിരുന്നു. അലയും ഫീയും. അല എന്ന് പറഞ്ഞാൽ മേൽ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. അപ്പോൾ അൽ കലമു ഫിൽ ജൈബി, പേന പോക്കറ്റിലാകുന്നു. ഇപ്പുറത്തെ പടം നോക്കൂ. ഹാദിഹി ഹിറത്തുൻ. കണ്ട, ഹിറത്തുൻ എന്നുള്ളത് പുല്ലിംഗാണ്, അതിൽ താ ഉണ്ട്. അതുകൊണ്ട് ഹാദ ഹിറത്തുൻ എന്ന് പറയാൻ പാടില്ല. ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാകുന്നു. പിന്നെ പൂച്ച എവിടെയുള്ളത്? അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച ഷജറത്തിൻ്റെ മേലാണ്. ഹിറത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗാണ്, താവ് കൊടുക്കണം അല്ലേ? അല ഷജറത്ത്, ഷജറത്തും സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അതിൽ താവ് വന്നത്. അവിടെ അല്ലേ കണക്ക്. നമുക്ക് അല്ല ഹിറത്തു അല ഷജറത്തി, അല വന്നപ്പോൾ ഷജറത്തി എന്ന് പറഞ്ഞ തായിന് അടിയിൽ എന്ത് ചെയ്തു? കസർ ഇട്ട് കൊടുത്തു. കസർ കൊടുക്കും. അപ്പം അല എന്നുള്ളത് കസർ കൊടുക്കുന്ന സാധനമാണ്. അതുപോലെ ഫിൽ ജൈബി, അൽ കലമു ഫിൽ ജൈബി എന്ന് പറയുമ്പോൾ ഫീ വന്നപ്പോൾ അൽ ജൈബി എന്നതിന് കസർ കൊടുത്തു. അവിടെ ഫിൽ ജൈബ എന്ന് പറയാൻ പറ്റൂല, ഫിൽ ജൈബു എന്ന് പറയാൻ പറ്റൂല, ഫിൽ ജൈബി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഹിറത്തുൻ അല ഷജറത്ത, ഷജറത്തു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ഷജറത്തി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഹാദയും ഹാദിയും പഠിച്ചു. അതുപോലെ തന്നെ ഫീ അല എന്നുള്ള 2 സംഭവങ്ങൾ പഠിച്ചു. ഹാദ ഹാദി ഇഷാറത്തിൻ്റെ ഇസ്മാണ്. അതുപോലെ തന്നെ ഫീയും അലയും ജെറു ചെയ്യുന്ന ഹർഫുകളാണ്. ആ 2 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? മേലത്തെ ഉദാഹരണത്തിൽ നിന്ന് അന എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കുന്ന ലമീറും പഠിച്ചു. അൻത അൻതി എന്നുള്ള സെക്കൻഡ് പേഴ്സണിനോട് പറയുന്ന ലമീറുകളും പഠിച്ചു. ഇനി മൂന്നാമത്തെ ഫോട്ടോയിൽ നിന്ന് എന്താ പഠിക്കുന്നത്? മൻ ഹാദ,
ഇത് ആര്. മൻ എന്നുള്ളത് നമ്മൾ പിന്നെ മനുഷ്യന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് മഞ്ഞ് പറയുക. പിന്നെ മനുഷ്യന്മാരല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ മായാണ് ഉപയോഗിക്കുക. മൻഹാദ ഇത് ആരാണ്, മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, മൻഹാദ ഇതാരാണ്. അപ്പം നമ്മൾ മറുപടി പറയാം, ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയണം. ഒരു ആൺകുട്ടിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് മൻഹാദ എന്ന് ചോദിക്കണമെങ്കിൽ എന്താ മറുപടി പറയാ? ഹാദ പിന്നെ ഇബനുൻ, അല്ലെങ്കിൽ ഹാദാ വലദുൻ, അല്ലെങ്കിൽ ഹാദാ ബാസിമുൻ, ഇങ്ങനെ നമ്മൾ പറയണം. അതേസമയത്ത് ഒരു പെൺകുട്ടിയെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് മൻഹാദ, അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കണം? മൻഹാദിഹി, അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് മൻഹാദിഹി എന്ന് ചോദിക്കണം. അപ്പോൾ മൻഹാദി ഇത് ആരാണ്? അപ്പോൾ ഉത്തരം എന്താ പറയണം? ഹാദിഹി ഫാത്തിമത്തുൻ, അല്ലെങ്കിൽ ഹാദിഹി ഖുറത്തുൻ, അല്ലെങ്കിൽ ഹാദിഹി ഹിറത്തുൻ, ഇങ്ങനെ താ ഉള്ളതായിട്ട് പറയണം. ഹാദ കൊണ്ട് ചോദിച്ചാൽ ഹാദ കൊണ്ട് പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ പറയണം. ഹാദിഹി കൊണ്ട് ചോദിച്ചാൽ ഹാദിഹി കൊണ്ട് പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ പറയണം. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് കഴിഞ്ഞ പാഠമായ കാരണമാണ് വേഗം ഓടിച്ചു വിടുന്നത്. ഇനി അടുത്ത പാഠം നോക്കുക. ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കണം. അടുത്ത പാഠത്തിൽ അടുത്ത ചിത്രം. അതിലൊരു വാപ്പ ഇരിക്കുന്നുണ്ട്, ഒരു മകനുണ്ട്, ഒരു ഉമ്മയുണ്ട്. അപ്പോൾ ആ മകന് പരിചയപ്പെടുത്താണ് ഹാദാ അബി, ഇതെൻ്റെ വാപ്പയാകുന്നു. ഹാദ ഇത്, അബി എൻ്റെ വാപ്പ. വാപ്പ എന്നുള്ളത് പുല്ലിംഗാണല്ലോ, അതുകൊണ്ട് ഹാദ പറഞ്ഞു. പിന്നെ അബി എന്നുള്ളത് ഇയാൾ ചേർത്തി എൻ്റെ എന്നുള്ളത് വന്നു. ഇപ്പുറത്ത് ഉമ്മയാകുമ്പോൾ ഹാദ ഉമ്മി എന്ന് പറയാൻ പറ്റൂല. ഉമ്മ സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി ഉമ്മി എന്ന് പറയണം. ഹാദിഹി ഉമ്മി, ഇതെൻ്റെ ഉമ്മയാകുന്നു. ഉമ്മി എന്നതിൽ താവൊന്നുമില്ല, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താവൊന്നുമില്ല. പക്ഷെ ചില വാക്കുകളിൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കേണ്ട വാക്കുകൾ തായിൻ്റെ ആവശ്യമില്ല. കാരണം അത് അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്, അത് സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിൽ എന്തിടേണ്ട ആവശ്യമൊന്നുമില്ല, താവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഹാദിഹി തന്നെയാണ് പറയേണ്ടത്. ഇനി ഇപ്പുറത്തെ പേജ് മറിക്കുക മക്കളെല്ലാവരും. അസഫോ 6ാമത്തെ പേജ് മറിച്ചു. 6ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഇത് വലിയൊരു പാഠമാണ്. മാദാലിക്ക, പിന്നെ ഇഷാറത്തിൻ്റെ ഇസ്മ അടുത്തുള്ള സംഗതികളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹാദയും ഹാദിയും പറയാം. അകലെയുള്ള സാധനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പുല്ലിംഗമാണെങ്കിൽ ദാലിക്കാന്നും സ്ത്രീലിംഗമാണെങ്കിൽ തിൽക്കാന്നും പറയും. ദാലിക്ക എന്ന് പറഞ്ഞാൽ അത്, തിൽക്ക എന്ന് പറഞ്ഞാലും അത്. അപ്പോൾ ദൂരത്തുള്ള ഒരു കോഴിനെ ചൂണ്ടിയിട്ട് പെൺകുട്ടി ചോദിക്കാണ് മാ ദാലിക്ക, അതെന്താണ്? അത് എന്താണ്? പിന്നെ ദീക്കുനാണ്. മാ ദാലിക്ക ദാലിക്ക ദീക്കുൻ എന്നാണ് ഉത്തരം പറയേണ്ടത്. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാ തിൽക്ക, അതെന്താണ്? തിൽക്ക എന്ന് പറഞ്ഞാൽ പെടക്കോഴിയാണ്, അത് സ്ത്രീലിംഗ വിഭാഗത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് തിൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് തിൽക്ക ദജാജത്തുൻ, ദജാജത്തിന് താ ഉണ്ടാവണം, താ ഉള്ളത് കൊണ്ട് തിൽക്ക എന്ന് പറഞ്ഞു. ഇനി ഇപ്പുറത്ത് നോക്കിയ ഒരു കുട്ടി ഐനൽ ഹക്കീബത്തു, അടുത്ത നമ്മളെ പാടാണ് കേട്ടോ. ഐന എവിടെ എന്നുള്ള ചോദ്യമാണ്. ഐന എന്ന് പറഞ്ഞാൽ ഇസ്തിഫ്ഹാമിന്, ചോദ്യത്തിന് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണുള്ളത്, 3 വാക്കുകളാണുള്ളതാണ്. മാ എന്ത്, മന്ന് ആര്, ഐന എവിടെ. ഇത് 3ഉം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഐനൽ ഹക്കീബത്തു, ബേഗ് എവിടെയാണ്? അപ്പോൾ എന്താ ഉത്തരം? അൽ അഖീബത്തു അൽ ത്വാവിലത്തി. അലൻ്റെ അർത്ഥം എന്താണ്? മേൽ. അപ്പോൾ അല വരുമ്പോൾ ശേഷമുള്ള പദത്തിന് കസ്റ് കൊടുക്കണം. അതുകൊണ്ട് അല താവിലത്തി എന്ന് പറഞ്ഞു. താവിലത്താന്നും താവിലത്തൂന്നും പറയാൻ പാടില്ല. ഹക്കീബത്ത് പിന്നെ മേശയുടെ മേലാകുന്നു. ഐനൽ കിതാബു, കിതാബ് എവിടെയാണ്? അപ്പം എന്താ പറയുക? അൽ കിതാബു ഫിൽ ഹക്കീബത്തി, കിതാബ് ബാങ്കിൻ്റെ ഉള്ളിലാണ്. ഫീ വന്നപ്പോൾ അഖീബത്തി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പാഠത്തിലേക്ക് നോക്കാം. അടുത്ത പാഠമല്ല, അടുത്ത ചിത്രം എന്താ കൊടുത്തിരിക്കണേ? ഇന്ദി ജവാലിൻ വാഹിദുൻ, എൻ്റെ അടുക്കൽ. ഇന്ദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ അടുക്കൽ ഉണ്ട് എന്നർത്ഥം. ഇന്ദ പറഞ്ഞ അടുക്കൽ, ഈ എന്ന് പറയുമ്പോൾ എൻ്റെ അടുക്കൽ ഉണ്ട്. ഇന്ദി ജവാലുൻ, എൻ്റെ അടുക്കൽ മൊബൈലുണ്ട്. വാഹിദുൻ, ഒരു മൊബൈലുണ്ട്. പിന്നെ ഇന്ദി കലമാനി ഇസ്നാനി, എൻ്റെ അടുക്കൽ 2 പേനയുണ്ട്. ഇന്ദി സലാസത്തു കുത്തുബീൻ, എൻ്റെ അടുക്കൽ 3 പുസ്തകമുണ്ട്. വലി, എനിക്കുണ്ട് 4 അസ്തിഖാ, 4 കൂട്ടുകാരുണ്ട്. ഇതിവിടെ എണ്ണാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ ലാസ്റ്റ് പാഠം നമ്മൾ എണ്ണത്തെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എണ്ണ 1 മുതൽ 10 വരെയുള്ള എണ്ണങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫി മദ്രസത്തി 5 അസാത്തിദത്തീൻ, എൻ്റെ മദ്രസയിൽ 5 ഉസ്താദുമാരുണ്ട്. പിന്നെ ഇന്ദി 6 അഖ്ലാമീൻ, എൻ്റെ അടുക്കൽ 6 പേനയുണ്ട്. ഫി സഫി, എൻ്റെ ക്ലാസ്സിലുണ്ട്. സബുഅത്തു ഔലാദിന് 7 കുട്ടികൾ. ഫീഹി സമാനിയത്തു കറാസീൻ, അവിടെ 8 കസാരകളുണ്ട്. ആ ക്ലാസ്സിൽ എത്ര കസാരയുണ്ട്? 8 കസാരകളുണ്ട്. വലി മദ്രസത്തി, എൻ്റെ മദ്രസക്കുണ്ട് 9 അബുവാബീൻ, 9 വാതിലുകളുണ്ട്. അപ്പോൾ 9 എണ്ണം പഠിക്കാണ് കേട്ടോ. വാഹിദുൻ ഇസ്നാനി സലാസത്തുൻ അർബഅത്തുൻ ഖംസത്തുൻ സിത്തത്തുൻ സബഅത്തുൻ സമാനിയത്തുൻ 9. വലഹാ 10 ശബാബീക, അതിന് 10 ജനലുകളുണ്ട്. ഷബാബ്
ഷുബാക്ക് എന്ന് പറഞ്ഞ ജനലുകളാണ്. അപ്പം ഷബാബിക്ക മദ്രസക്ക് എത്ര ജനലുകളുണ്ട്? 10 ജനലുകളുണ്ട്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അന ഞാൻ, അൻത നീ, അൻതി നീ, അൻതി എന്ന് പറഞ്ഞ പെണ്ണിനോട് പറയേണ്ടത്, ഹാദ ഹാദിഹി അല്ലേ, ഫി അല ദാലിക തിൽക്ക, ഇതൊക്കെ ദാലിക പറഞ്ഞാൽ അത്, തിൽക്ക എന്ന് പറഞ്ഞാൽ അത്, മാ എന്ന് പറഞ്ഞാൽ എന്ത്, മഞ്ഞെന്ന് പറഞ്ഞാൽ ആര്, അയിന ഇവിടെ, അബി എൻ്റെ വാപ്പ, കലമീ എൻ്റെ പേന. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്നിട്ട് ഇപ്പുറത്ത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പേപ്പറിൽ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് മോഡൽ ക്വസ്റ്റ്യന്. എന്താണ് ഇതിൽ? ഹാദിഹി ബക്കറത്തുൻ. ഇവിടെ ഹാദയും ഹാദിയും തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഫില്ല് ചെയ്യാം? ബക്കറത്തുൻ എന്നതിൽ താ ഉണ്ട്. അപ്പോൾ എന്താ നോക്കേണ്ടത്? താ ഉള്ളതിന് പറയുന്നത് ഹാദിഹിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹാദി ബക്കറത്തുന്ന്. അതിൻ്റെ അടിയിൽ നോക്കിയാൽ ഡാഷ് സദീഖി. സദീഖ് എന്നുള്ളത് എന്താണ്? പുല്ലിംഗ പദമാണ്. അതുകൊണ്ട് ഹാദാ സദീഖി എന്ന് പറയണം. രണ്ടാമത്തേത് ദജാജത്തുൻ എന്നുള്ള താ ഉള്ള പദമാണ്. ആ താ ഉള്ള പദത്തിന് ഏതാ? തിൽക്കയാണോ ദാലിക്കയാണോ പറയാ? ദാലിക്ക ദൂരത്തുള്ള പുല്ലിംഗത്തിനും തിൽക്ക ദൂരത്തുള്ള സ്ത്രീലിംഗത്തിനാണ്. ദജാജത്തുൻ എന്നതിൽ എന്തുണ്ട്? താ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ പിടക്കോഴിയാകുന്നു. തിൽക്ക ഇട്ടിട്ടാണ് പറയേണ്ടത്. പിന്നെ മൂന്നാമത്തത് നോക്കൂ, ഡാഷ് ദാരിസത്തുൻ. താ ഉണ്ട്. അതുകൊണ്ട് അൻതയാണോ അൻതിയാണോ പറയാ? അൻത പുല്ലിംഗത്തിനാണ് പറയാ, അൻതി സ്ത്രീലിംഗത്തിനാണ് പറയാ. ദാരിസത്തും സ്ത്രീലിംഗാണ്, അതുകൊണ്ട് അൻതി ഇട്ടിട്ട് പറയണം. നാലാമത്തത് ദാരിസുൻ എന്നുള്ളത് പുല്ലിംഗാണ്, അതിൽ തായില്ല. അപ്പം അന എന്നുള്ളത് ആണിനും പെണ്ണിനും പറയാം. ഇവിടെ പിന്നെ അന ദാരിസുൻ എന്നും പറയാം. പിന്നെ അന ദാരിസുൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഹിയ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഹിയ ഇടാണെങ്കിൽ ദാരിസത്തുൻ എന്ന് പറയണം. അപ്പം ഇവിടെ ശരിയായ ഉത്തരം അന ദാരിസുൻ എന്നുള്ളതാണ്. അടുത്തത് നോക്കുക, ഹാദാ അബുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹാദാ അബി ഇതെൻ്റെ വാപ്പയാണെന്ന് പറയണം അല്ലേ. അപ്പം ഇവിടെ നോക്കിയാൽ ഹാദാ അബി എന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനി ഹാദി ഉമ്മുൻ, ഇത് ഉമ്മയാകുന്നു. ഇത് എൻ്റെ ഉമ്മയാകുന്നു എങ്ങനെ പറയണം? ഹാദാ ഉമ്മി എന്ന് പറയണം. ദാലിക കിതാബുൻ മൂന്നാമത്തത്, അത് പുസ്തകമാകുന്നു. അത് എൻ്റെ പുസ്തകമാണെന്ന് എങ്ങനെ പറയണം? ദാലിക കിതാബി എന്ന് പറയണം. തിൽക്ക ഹിറത്തുൻ, അത് പൂച്ചയാണ്, അത് എൻ്റെ പൂച്ചയാണെന്ന് എങ്ങനെ പറയണം? തിൽക്ക ഹിറത്തി എന്ന് പറയണം അല്ലേ. ഹിയ ഉഖ്തുൻ, അവള് സഹോദരിയാണ്, അവൾ എൻ്റെ സഹോദരിയാണെന്ന് എങ്ങനെ പറയണം? അതാരണ്ടാ? അതെൻ്റെ സഹോദരിയാണ്. എങ്ങനെ പറയാം? ഹിയ ഉഖ്തി. ഹുവ സദീഖുൻ, അവൻ കൂട്ടുകാരനാണ്, അത് എൻ്റെ കൂട്ടുകാരനാണെന്ന് എങ്ങനെ പറയണം? ഹുവ സദീഖി എന്ന് പറയണം. ഓക്കെ. ഞാൻ അടിയിലുള്ളതൊരു പെട്ടിക്കോളാണ്. അതിൽ കുറച്ച് വസ്തുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. 3 പേന, 5 പേന, പാവക്കുട്ടികൾ, മാങ്ങ, പെൻസിൽ. അത് എത്ര എണ്ണം നോക്കിയിട്ട് അവിടെ എണ്ണം കൊടുക്കുക. ആദ്യത്തേൽ 3 പേനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർക്കാമിൻ്റെ അവിടെ നമ്പർ എന്നാണ്. അഷിയ എന്ന് പറഞ്ഞ വസ്തുക്കൾ, അർക്കാം പറഞ്ഞാൽ എണ്ണങ്ങൾ, ഹുറൂഫ് പറഞ്ഞാൽ അത് എണ്ണം, പിന്നെ അക്ഷരത്തിലായിട്ട് എഴുതണം. ഇപ്പോൾ 3 പേനുണ്ട്. അപ്പോൾ 3 എണ്ണ ഇപ്പുറത്ത് എഴുതി, അതിന് നേരെ സലാസത്തുനിന്ന് എഴുതി. ഇനി അടുത്തതിൽ എത്ര എണ്ണം ഉണ്ട് നിങ്ങൾ എണ്ണി നോക്കുക. 3 3 6 2 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 എണ്ണ ഇവിടെ എഴുതുക. 8നെ എന്തെന്ന് പറയും? സമാനിയത്തെന്ന് പറയും. അത് ഇപ്പുറത്ത് എഴുതുക. അതുപോലെ അതങ്ങോട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾ നോക്കി ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പുറത്തെ പേജ് അങ്ങോട്ട് മറിക്കുമ്പോൾ വീണ്ടും ഒരു ചോദ്യമാണ്. പിന്നെ ഡാഷ് ഹിറത്തുൻ. ഹിറത്തുൻ എന്നുള്ളത് പിന്നെ ഹിറത്തുൻ എന്നുള്ളത് പൂച്ച എന്നാണ് അർത്ഥം. അവിടെ മായും അയിനയും കൊടുത്തിട്ടുണ്ട്. ഇതിലേതാ സൂട്ടബിളായ ആൻസർ ഏതാണ്? ഏതിട്ടാ കൊടുക്കുക? മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യമാണ്. അപ്പം മൽ ഹിറത്തു എന്ന് പറഞ്ഞാൽ എന്തു പൂച്ച എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഐനൽ ഹിറത്തു, പൂച്ച എവിടെയെന്നാണ് ചോദിക്കുന്നത്. അയിനിട്ടിട്ടാണ് അവിടെ പറയേണ്ടത് അല്ലേ. പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ഹാദ ഇത്. ഐന ഹാദ, ഇത് എവിടെ എന്നല്ല ചോദിക്കുക. ഇത് എവിടെയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് എവിടെയെന്ന് ചോദിക്കണ്ട. പിന്നെ മൻഹാദ, മന്നിട്ടിട്ടാണ് അവിടെ പറയേണ്ടത്. മൻഹാദ, ഇത് ആരാണ്, അങ്ങനെയാണ് ചോദിക്കുക. ഡാഷ് ദാലിക്ക, മാ ദാലിക്ക എന്ന് പറയുമ്പോൾ അത് ദാലിക്ക പറഞ്ഞാൽ അത്, മാ എന്ത്, അത് എന്താണ്. ഹുവ ദാലിക്ക, അവൻ ദാലിക്ക അത്, അങ്ങനെ അവൻ അത് എന്നല്ല ചോദ്യം വരിക. മാ ദാലിക്ക, അതെന്താണെന്നാണ് ശരിയായ ഉത്തരം. പിന്നെ ഹാദിഹി, ഹാദി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. മൻ ഹാദി എന്നോ ഐന ഹാദി എന്നോ ഇങ്ങനെ പറയാം. ഐന ഹാദിഹി, ഇവൾ എവിടെ, അങ്ങനെ ചോദിക്കൂലല്ലോ, അവൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മൻ ഹാദിഹി, ഇത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മൻ ഹാദിഹി എന്ന് ചോദിക്കുക. ഇനി അടിയിൽ കുറേ ഖുർആനിൽ വന്ന ഉദാഹരണങ്ങളാണ്. അതിലൊക്കെ എന്ത് ചെയ്യണം? അനയും അന്തയും ഹാദയും ഐനയും ഹാദിഹിയും അലയ്യ അല, നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഖുർആൻ ആയത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തി എന്നതാണ്. ഓക്കെ, ഇപ്പം തന്നെ 17 മിനിറ്റായി. ഈ ഭാഗം നിങ്ങൾ ശരിക്കാണ് കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാഠം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഓക്കെ, അതിന് 2-3 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഏതായാലും ഉദ്ദേശിക്കണില്ല. അടുത്ത പാഠം ഇനി ഇവിടെ ചർച്ച ചെയ്യാണ് കേട്ടോ. ഓക്കെ, അടുത്ത പാഠം പേജ് എടുക്കുക നിങ്ങൾ. നിസാനുൽ ഖുർആൻ ദർസുസാനിൽ മസ്ജിദി, 2ാമത്തെ പാഠമാണ് മസ്ജിദി, പള്ളിയിലേക്ക് എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് അല്ലേ.
ഇതിൽ കളറിൽ കൊടുത്തിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ കാണാം. അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ശരിക്കും കാണാതെ പഠിക്കണം. മൊത്തം പാഠത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചെങ്കിലാണ് പാഠങ്ങൾ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിച്ചു വിടാം കേട്ടോ. യസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കും, കേൾക്കുന്നു, ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. യസ്മഉ പറഞ്ഞാൽ ഇവിടെ നമുക്ക് കേൾക്കുന്നു. മാജിദുൻ, മാജിദ് കേൾക്കുന്നു. അല്ലദാന, ബാങ്ക് കേൾക്കുന്നു. ഓക്കെ. വയദ്ഹബു ഇലൽ മസ്ജിദി, യദ്ഹബു അവൻ പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, മഅലബി അവൻ്റെ ഉപ്പയോടൊപ്പം അവൻ പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താണ് അവൻ ചെയ്യുന്നത്? വയതവല്ലഉ അവൻ ഉളൂ ചെയ്യുന്നു. വയദ്ഖുലുൽ മസ്ജിദ എന്നിട്ട് അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ സംഗതി അവൻ പള്ളിയിലേക്ക് പോയി ഇനി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തർത്തീബായിട്ട് ക്രമപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വയദ്ഖുൽ മസ്ജിദ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ യുസല്ലി സ്വലാത്ത സുബഹി എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഏത് നിസ്കാരമാണ്? സുബഹി നമസ്കരിക്കുന്നു. നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്, പക്ഷെ മാജിദ് ഉഷാറാണ് കേട്ടോ. അവൻ വാപ്പാൻ്റെ ഒപ്പം പോയി സുബഹി പള്ളി പോയി നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. കലാക്കാണ്ടെങ്കിലും നിസ്കരിക്കണം. അപ്പം യുസല്ലി സ്വലാത്ത സുബഹി മഅ അബീഹി പിതാവിനോടുകൂടെ സുബഹി നമസ്കരിക്കുന്നു. എങ്ങനെ? ഒറ്റയ്ക്ക് ഒരു മൂലക്ക് പോയിട്ടല്ല, ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. വബഅദ സ്വലാത്തി നിസ്കാരത്തിന് ശേഷം, വദ്ദിക്രി നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിന് ശേഷം, വദ്ദുആയി അതിനുശേഷം ഒരു ദുആ ഉണ്ട്, അതിനുശേഷം യർജിഉ മടങ്ങുന്നു, മാജിദ് മടങ്ങുന്നു ഇലൽ ബൈത്തി വീട്ടിലേക്ക്, മഅ അബീഹി അവൻ്റെ പിതാവിനോട് കൂടെ. ഓക്കെ. വല്ലുമ്മ അപ്പോൾ ഉമ്മയോ? വല്ലുമ്മു ഉമ്മ തന്തളിറുഹു അവനെ പ്രതീക്ഷിക്കുന്നു. ബിഷായ് ഷായുമായി കൊണ്ട് ഉമ്മ അവനെ കാത്തിരിക്കുന്നു. അങ്ങനെ യജ്ലിസു മാജിദുൻ മാജിദ് ഇരിക്കുന്നു. വയശ്റബു ഷായ കുടിക്കുന്നു. പിന്നെ വയക്കൂലു അൽഹംദുലില്ലാ എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ പാഠം. ഓക്കെ. ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ ശരിക്കും കാണാതെ പഠിക്കുക. ഇനി അടുത്ത പേജ് കൊണ്ട് മറിക്കുക. എന്നിട്ട് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. യസ്മഉ കേൾക്കുന്നു, യദ്ഹബു പോകുന്നു, യതവല്ലു ഒളുടുക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യുസല്ലി നമസ്കരിക്കുന്നു, യഖൂലു പറയുന്നു, യർജിഉ മടങ്ങുന്നു, യജ്ലിസു ഇരിക്കുന്നു. ഇതിന് രണ്ടർത്ഥം കേട്ടോ. യജ്ലിസു ഇരിക്കുന്നു, ഇരിക്കും. തന്തളിറു പ്രതീക്ഷിക്കും. യശ്റബു കുടിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ പറയാം. ഓക്കെ. നഖറഉ നഫ്ഹമു ഇനി അടിയിൽ നിന്ന് നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്കിനി വേണ്ടത് എന്താണ്? യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. തശ്റബു ഫാത്തിമത്തു ഷായ ഫാത്തിമ ചായ കുടിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഇനി പറയാൻ കിട്ടണം. യതവല്ലഉ എൻ്റെ അർത്ഥം എന്താ? ഒളു കൊടുക്കുന്നു. ആര്? ബാസിമു ഒളു കൊടുക്കുന്നു. മിനൽ ഹൗലിൽ നിന്ന്, മിന വന്നപ്പോൾ ഇൽ നിന്നുള്ള അർത്ഥം. പിന്നെ തുസല്ലി മാജിദ നമസ്കരിക്കുന്നു. സലാത്തുൽ അസ്രി അസ്ർ നമസ്കരിക്കുന്നു. മാജിദ എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ട് തുസല്ലി താ ഇട്ടിട്ട് പറഞ്ഞു. അതിൻ്റെ മേലെ നോക്കൂ. ഫാത്തിമ എന്നുള്ളത് പെണ്ണായതുകൊണ്ട് തശ്റബു എന്ന് പറഞ്ഞു. വലതുൻ എന്നുള്ളത് അതിൻ്റെ മേലെ ആൺകുട്ടി ആയതുകൊണ്ട് യദ്ഹബു എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സ്ത്രീലിംഗമാകുമ്പോൾ താ ഇട്ടിട്ടും പുല്ലിംഗമാകുമ്പോൾ താ ഇടാതെയാണ് പറയേണ്ടത്. ഉദാഹരണം ഒന്നുകൂടി നോക്കൂ. യദ്ഹബുൽ വലതു ആൺകുട്ടി എന്നുള്ളത് പുല്ലിംഗാണ്, അതുകൊണ്ട് യാ ഇട്ടിട്ട് പറഞ്ഞു. ഫാത്തിമ എന്നുള്ളത് പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ എന്ത് എന്ന് പറഞ്ഞു? താ ഇട്ടിട്ട് പറഞ്ഞു. തശ്റബു എന്ന് പറഞ്ഞു. ഇനി യദ്ഹബു പറയുകയാണെങ്കിൽ തദ്ഹബു ഫാത്തിമ എന്നാണ്. ഇനി ഫാത്തിമ പോയി വീട്ടിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? തദ്ഹബു ഫാത്തിമ എന്നാ പറയേണ്ടത്. ഇനി യതവല്ലഉ ബാസിമു ഒന്നെടുത്തു. ഇനി ഫാത്തിമ ഒന്നെടുക്കണമെങ്കിൽ എന്ന് പറയണം? തതവല്ലഉ ബാസിമു എന്ന് പറയണം. മനസ്സിലായില്ലേ? തുസല്ലി മാജിദ നിസ്കരിക്കുന്നു. ഇനി നിസ്കരിക്കുന്നത് പിന്നെ അബ്ദുറഹ്മാൻ ആണെങ്കിലാ യുസല്ലി അബ്ദുറഹ്മാൻ അങ്ങനെ പറയണം. താ ഒഴിവാക്കിയിട്ട് പറയണം, യാ ഇട്ടിട്ട് പറയണം. മനസ്സിലാവുണ്ടാവും അല്ലേ? തന്തളിറു ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു. വാപ്പയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ എങ്ങനെ പറയണം? യന്തളിറു അബു വാപ്പ പ്രതീക്ഷിക്കുന്നു ഫിൽ ബൈത്തി വീട്ടിൽ അല്ലേ? കാത്തിരിക്കുന്നു. പ്രതീക്ഷിക്കുന്നു എന്ന് കാത്തിരിക്കുന്നു. യസ്മൗ സാലിമുൻ അല്ലാദാന സാലിമ് ബാങ്ക് കേൾക്കുന്നു. ഇനി കേൾക്കുന്നു ഉമ്മയാണെങ്കിലോ അപ്പം എന്ന് പറയണം? തസ്മഉ ഉമ്മുൻ അല്ലാദാന ഉമ്മ ബാങ്ക് കേൾക്കുന്നു. ഈ പ്രയോഗങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ഈ സംഗതികൾ നോക്കുക. കുറച്ച് ചോദ്യങ്ങളാണ്. മാതാ എഫുൽ മാജിദുൻ ആ നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ലെറ്റർ കൊണ്ട് എഴുതിയ കണ്ട മാജിദ് എന്താണ് ചെയ്യുന്നത്? അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വിട്ടുപോയ ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്നുള്ള ശരി ഉത്തരം എടുത്തിട്ട് പൂരിപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഫോട്ടോ നോക്കാം. മൂപ്പര് പിറകിലൊരു ബാഗൊക്കെ ഇട്ടിട്ട് ഒരു കന്തൂറ ഇട്ടിട്ട് മാജിദ് ഇങ്ങനെ നടന്നു വരാൻ നല്ല കുട്ടപ്പനായിട്ട് അല്ലേ? അവിടെ ഡാഷ് മാജിദുൻ ഇൽ മദ്രസത്തി മാജിദ് മദ്രസയിലേക്ക് എന്ത് ചെയ്യുക?
പോകുന്നു എങ്ങനെ പറയാ? യദ്ഹബു പോകുന്നു. അപ്പോൾ അവിടെ യദ്ഹബു ആണ് കൊടുക്കേണ്ടത് അല്ലേ? യദ്ഹബു മാജിദുൽ മദ്രസത്തി. ഇനി അടുത്തത് ഡാഷ് മാജിദു മിന സുംബൂരി. സുംബൂർ പറഞ്ഞാൽ പൈപ്പ് ഇട്ടാ. മാജിദ് പൈപ്പിൽ നിന്ന് എന്താ ചെയ്യണത്? യതവല്ലഉ ഉളു ചെയ്യുന്നു, യശ്റബു കുടിക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഹബു പോകുന്നു. ഇതിലേതാണ്? യതവല്ലഉ എടുത്ത് കൊടുക്കണം അല്ലേ? അടുത്തത് ഇനി മാജിദ് കന്തൂറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ, ഒരു ഗ്ലാസും പിടിച്ചിട്ട്. ഡാഷ് മാജിദുൻ അൽ മാ. മാജിദ് വെള്ളം എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടെ എന്താ കൊടുക്കണം? യശ്റബു കുടിക്കുന്നു. അതിൻ്റെ അടിയിൽ എന്താ? ഡാഷ് മാജിദുൻ അൽ മസ്ജിദ. മസ്ജിദിലേക്ക് മാജിദ് നല്ല കുട്ടിയാണ്, നമ്മളെ പോലെ അല്ല പള്ളിക്കൊക്കെ പോകും. നമുക്കല്ലേ പള്ളിയിൽ പോകാൻ മടി. അപ്പോൾ ഡാഷ് മാജിദുൻ അൽ മസ്ജിദ. അപ്പോൾ അവിടെ എന്താണ്? യദ്ഖുലു മാജിദുൻ. മാജിദ് പ്രവേശിക്കുന്നു. ആ ഫോട്ടോത്തിൽ തന്നെ കാണാം പള്ളിയുടെ ഉള്ളിലെ മൂപ്പരുള്ളത്. അൽ മസ്ജിദ മസ്ജിദിൽ പ്രവേശിക്കുന്നു. ഇതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത്. ഇനി ഇപ്പുറത്തെ പേജ് നോക്കാം. ഇപ്പുറത്തെ പേജിന് കുറച്ച് വർക്കുകളൊക്കെ കാണാം. എന്താണ് കാണുന്നത്? ഡാഷ് അൽ വലതു ഇലൽ മദ്രസത്തി. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കുക? വലത് ആണ്, ആൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ആൺകുട്ടി ആയതുകൊണ്ട് യദ്ഹബു എന്നാണോ തദ്ഹബു എന്നാണോ കൊടുക്കേണ്ടത്? യദ്ഹബു കൊടുക്കണം. തദ്ഹബു സ്ത്രീലിംഗാവുമ്പോഴാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ യദ്ഹബുൽ വലതു ഇലൽ മദ്രസത്തി. ആൺകുട്ടി മദ്രസയിലേക്ക് പിന്നെ പോകുന്നു, പ്രവേശിക്കുന്നു എന്നല്ല പോകുന്നു. രണ്ടാമത്തത് ഡാഷ് അൽ ബിന്ദു മിനൽ ഹൗലി. പെൺകുട്ടി ഹൗലിൽ നിന്ന് ഒളു കൊടുക്കുന്നു. അപ്പം ബിന്ത് വന്നു. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? യതവല്ലഉ കൊടുക്കേണ്ടത്? തതവല്ലഉ കൊടുക്കേണ്ടത്? തതവല്ലഉ കൊടുക്കേണ്ടത് അല്ലേ? ബിന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് താഴെയുള്ളതാണ് കൊടുക്കേണ്ടത്. ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി. ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഇവിടെ ബാസിമ് ആൺകുട്ടിയാണ്. അപ്പോൾ യർജിയു ആണോ തർജിയു ആണോ കൊടുക്കേണ്ടത്? യർജിയു കൊടുക്കണം അല്ലേ? നാലാമത് അൽ ഉമ്മു അൽ ബൈത്ത. ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. അപ്പോൾ യദ്ഖുലു ആണോ തദ്ഖുലു ആണോ കൊടുക്കേണ്ടത്? തദ്ഖുലു കൊടുക്കണം. ഇങ്ങനെ അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വളരെ സിമ്പിൾ അല്ലേ? ഇനി നോക്കിയാൽ മുളാരിയായ ഫീലാണ് ഈ പറഞ്ഞത്. അടിയിൽക്കുള്ള ഈ കള്ളി നോക്കാം. ഒന്നാമത്തെ കള്ളിയിലൊക്കെ മുളാരിയായ ഫീലാണ്. എന്താ ഈ മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ? ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ നടക്കും എന്നതിനെ സൂചിപ്പിക്കുന്ന ഫീലുകളെ മുളാരിയായ ഫീൽ എന്ന് പറയും. ഉദാഹരണം, കൊല്ലും, കൊല്ലുന്നു, തിന്നും, തിന്നുന്നു. അപ്പോൾ കൊല്ലും എന്ന ആ പ്രവൃത്തി വരാൻ പോകുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ കൊല്ലുന്നു, ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവൃത്തി നടക്കും അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഫീലുകളെ ഫീല് മുളാരി എന്ന് പറയും. മനസ്സിലായിണ്ടാവും അല്ലേ? അപ്പോൾ യദ്ഹബു പോകും അല്ലെങ്കിൽ പോകുന്നു. തദ്ഹബു അതും എന്തുതന്നെയാണ്? യദ്ഹബു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പോകും അല്ലെങ്കിൽ പോകുന്നു. തദ്ഹബു എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീ പോകുന്നു. യസ്മഉ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ കേൾക്കുന്നു. തസ്മഉ എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീ കേൾക്കുന്നു. യുസല്ലി എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ നിസ്കരിക്കുന്നു. തുസല്ലി എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീ നിസ്കരിക്കുന്നു. യഖൂലു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പറയുന്നു. മനസ്സിലായിണ്ടാവും. അപ്പം യാ ഇട്ടിട്ടാണ് പറയുന്നതെങ്കിൽ അവൻ ഒരു പുരുഷനാണ്. താ ഇട്ടിട്ടാണ് പറയുന്നതെങ്കിൽ അവൾ ഒരു സ്ത്രീയാണ്. ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി യദ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. ഇനി ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പറയാ? പോയി കഴിഞ്ഞാൽ എന്താ പറയുക? പോയി എന്ന് പറയും. ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിച്ചു എന്ന് പറയും. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? കൊന്നു എന്ന് പറയും. ഒരു സംഗതി നമ്മൾ കണ്ടെന്ന് പറയും. കാണുന്നു എന്നല്ലേ പറയാം, കണ്ടു എന്നല്ലേ പറയാം. അപ്പം ഇപ്പുറത്ത് നോക്കിയാൽ ദഹബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോയി. അപ്പോൾ ഒരു പ്രവൃത്തി, കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയാണത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീലുകളാണ് എന്ത്? ഫീലി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. നമ്മളൊരു പ്രവൃത്തിയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. ദഹബ എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. കൊല്ലുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. തിന്നുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. ഇതിനാണ് എന്തെന്ന് പറയുക? ഫീലി എന്ന് പറയുക. ഫീലി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് അർത്ഥം. ഒരു കർമ്മം, ഒരു പ്രവൃത്തി. അപ്പോൾ ദഹബ എന്ന് പറഞ്ഞാൽ പോയി. അത് കഴിഞ്ഞുപോയ ഒരു സംഭവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫീലുകളാണ്. കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫീലുകൾക്കാണ് മാലി എന്ന് പറയുക. വരാൻ പോകുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീലുകൾക്കാണ് മുളാരിയായ ഫീൽ എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ദഹബ എന്ന് പറഞ്ഞാൽ എങ്ങനെ അർത്ഥം വെക്കണം? പോയി. ഇനി പെണ്ണാണ് പോയത്, ദഹബ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പോയി. ഇനി അവളൊരു സ്ത്രീയാണ് പോയതെങ്കിൽ എന്ന് പറയണത് ദഹബത്ത്, അവളൊരു സ്ത്രീ പോയി. സെമിയ അവനൊരു പുരുഷൻ കേട്ടു. സെമിയത്ത് അവളൊരു സ്ത്രീ കേട്ടു. സ്വല്ല അവനൊരു പുരുഷൻ നിസ്കരിച്ചു. സ്വല്ലത്ത് അവളൊരു സ്ത്രീ നിസ്കരിച്ചു. കാല അവനൊരു പുരുഷൻ പറഞ്ഞു. ഇങ്ങനെ അർത്ഥം പറഞ്ഞു പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കി. അതുപോലെ തന്നെ മുളാരിയ ഫീലും മാലിയ ഫീലും മനസ്സിലാക്കി.
മുലാരിയായ ഫീലിൽ തന്നെ സ്ത്രീലിംഗമായി വരുമ്പോൾ ഉപയോഗിക്കുന്ന മുലാരിയായ ഫീലും പുല്ലിംഗത്തിൽ വരുന്ന മുലാരിയായ ഫീലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. പുല്ലിംഗമായ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന മുലാരിയായ ഫീലും സ്ത്രീലിംഗമായ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന മുലാരിയായ ഫീലും പഠിച്ചു. അതുപോലെ തന്നെ മാലിയിൽ സ്ത്രീലിംഗമായ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന മാലിയായ ഫീലും പുല്ലിംഗമായ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന മാലിയായ ഫീലൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇപ്പുറത്തെ പേജാണ് മറിക്കുക മക്കളെ. ഇപ്പുറത്തെ പേജിൽ എന്താ പറയുക, അല്ലിബിനു ആൺകുട്ടി മകൻ, യദ്ഹബു അവൻ എന്താണ് പോകും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ഇതിൽ ഉദാഹരണത്തിൽ കണ്ടതുപോലെ ആദ്യം ഫീൽ എഴുതണം, പിന്നെ പോണ ആളെ എഴുതണം. പ്രവൃത്തി ആദ്യം എഴുതണം, പിന്നെ പ്രവൃത്തി ചെയ്യുന്ന ആളെ എഴുതണം. അപ്പോൾ യദ്ഹബുൽ ഇബ്നു എന്താണ് ആൺകുട്ടി പോകുന്നു. ഇനി അൽ ബിന്തു തദ്ഹബു, അപ്പോൾ നമ്മൾ എന്തെന്നാ പറയാ, ആദ്യം ബിന്തിനെയാണ് എഴുതിക്കണേ, പിന്നെ തദ്ഹബ് എഴുതിക്കണേ. ഇനി നമ്മൾ എന്ത് എഴുതണം, ആദ്യം തദ്ഹബ് എഴുതി പിന്നെ ബിന്ത് എഴുതണം. അപ്പോൾ ഒന്നുമില്ല, എടുത്ത് എഴുതിയാൽ മതി. തദ്ഹബുൽ ബിന്തു എന്നാവും. അപ്പം അല്ല അങ്ങോട്ട് പോകും കേട്ടാ, എല്ല് പോകും. അൽ ഇബ്നു എന്നുള്ള അല്ല് പോകും, അൽ ബിന്തു എന്നുള്ളതിൻ്റെ ആ പോകും, എല്ലാം അവിടെ ഉണ്ടാവും കേട്ടാ. തദ്ഹബുൽ ബിന്തു. അൽ അബു യജ്ലിസു അബ യജ്ലിസുൽ അബു. അൽ ഉമ്മു തജ്ലിസു തജ്ലിസുൽ ഉമ്മു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇനി ഖുർആനിൽ ഇങ്ങനെ വന്നിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. അറൈത്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ, യുകദ്ദിബു അല്ലേ. ഫൈദാ ഹയ്യത്തുൻ തസ്ആ, ഹയ്യത്തുൻ എന്നുള്ള സ്ത്രീലിംഗായപ്പോൾ തസ്ആ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ യഹ്സബു അന്നമാലഹു അഖ്ലദ, യഹ്സബു അത് പുല്ലിംഗാണ് അല്ലേ. യൗമദി യസ്ദുർനാസു പുല്ലിംഗായിട്ട് വന്നു. അഫലാ യഅലമു ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ, യഅലമു പറഞ്ഞു. ജന്നാത്തുൻ സ്ത്രീലിംഗ പിന്നെ താ ഉള്ളത് കൊണ്ട് തജ്രി എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ രണ്ടാമത്തെ പാഠം. ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് നോക്കുക. ഈ വീഡിയോയുടെ സമയം ഇപ്പോൾ നോക്കി നിങ്ങൾ വെച്ചോ, ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി സൗകര്യം പോലെ നിങ്ങൾ ഈ രണ്ട് പാഠങ്ങളും ശരിക്കും പഠിച്ചതിന് ശേഷം മൂന്നാമത്തെ പാഠം എടുത്താൽ മതി കേട്ടാ. മൂന്നാമത്തെ പാഠം എന്താണ്, ഈ ചിത്രം നോക്കുക. മൂന്നാമത്തെ പാഠം എല്ലാവരും എടുക്കുക, ചിത്രം നോക്കുക. ചിത്രത്തിൽ എന്താണുള്ളത്, ഒരു മുസല്ല വിരിച്ച ഒരു റൂമിൻ്റെ അകത്ത് കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്നിട്ട് എന്തൊക്കെയോ എഴുതുന്നുണ്ട് അല്ലേ. എന്താണ് സംഭവം, അവരൊരു മാഗസിൻ തയ്യാറാക്കാണ്. ആ ചിത്രത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഒരു മാഗസിൻ തയ്യാറാക്കാണ്. മാഗസിൻ എന്ന് പറഞ്ഞാൽ ഒരു മാസിക തയ്യാറാക്കണ കുട്ടികളെ എന്തൊക്കെ വേണം, അതിൽ കുറച്ച് കഥകളും കവിതകളും ചരിത്രങ്ങളൊക്കെ വേണം. അതൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ബുക്ക് പോലെ ഉണ്ടാക്കുകയാണ്. കയ്യെഴുത്താണ്, എഴുതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നന്നായി എഴുതാൻ അറിയുന്ന ആളുകൾ വേണം, പിന്നെ ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആളുകൾ വേണം. അതുപോലെ തന്നെ പേപ്പറുകളൊക്കെ മുറിച്ച് മാർജിനൊക്കെ സെറ്റാക്കി നല്ല ക്ലിയർ ആക്കണം. അതുപോലെ നല്ല കളറുകൾ പേപ്പറിൽ കൊടുക്കണം. അതുപോലെ അതിൻ്റെ മാഗസിൻ്റെ ചട്ട ഡിസൈൻ ചെയ്യണം. അതുപോലെ തന്നെ എഴുത്ത്, ചിത്രങ്ങൾ, ചിന്താർഹമായ പല കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം. അങ്ങനെ ആണ് ഒരു മാഗസിൻ ഉണ്ടാക്കുക. അതുമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ. ഈ പാഠത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്. എന്താണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, അതാദ്യം നമ്മൾ പറയാം. നമ്മൾ 2ാം ക്ലാസ്സിൽ ഫസ്റ്റ് പാഠം പഠിച്ചിരുന്നു. അന എന്നുള്ളത് ലമീർ. അന എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണാണ്, സംസാരിക്കുന്ന ആളാണ് നമ്മൾ പറഞ്ഞു. ഒരാൾ സംസാരിക്കുമ്പോൾ അന എന്നും, ഒന്നിൽ കൂടുതൽ ആൾ സംസാരിക്കുമ്പോൾ നെഹ്നു എന്ന് പറയും. അന എന്ന് പറഞ്ഞാൽ ഞാൻ, നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഈ അർത്ഥം മനസ്സിലാക്കി വെച്ചോട്ടാ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണുള്ളത്, അതാണ് അനയും നെഹ്നും. ഇനി സെക്കൻഡ് പേഴ്സൺ, ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? ആ സംസാരിക്കുന്നത് ഒരു ആണാണെങ്കിൽ അൻത നീ എന്ന് പറയും, ഒരു പെണ്ണാണെങ്കിൽ അൻതി നീ എന്ന് പറയും. ഇനി 2 ആണിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ അൻതുമാ നിങ്ങൾ 2 പുരുഷന്മാർ എന്ന് പറയും. 2 സ്ത്രീകളോടാണ് സംസാരിക്കുന്നതെങ്കിലും അൻതുമാ നിങ്ങൾ 2 സ്ത്രീകൾ എന്ന് തന്നെ പറയാം. എന്നാൽ കുറേ പുരുഷന്മാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, സെക്കൻഡ് പേഴ്സണൊക്കെ പുരുഷന്മാരാണ്. അപ്പം നമ്മൾ എന്ന് പറയും അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ. എന്നാൽ സെക്കൻഡ് പേഴ്സണൊക്കെ, അതായത് നമ്മൾ സംസാരിക്കുന്ന 2ാമത്തെ ആളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ സംസാരിക്കുന്ന ആളാണ്. നിങ്ങൾ സംസാരിക്കുന്നത് വേറെ ആളോടാണ്, നിങ്ങൾ അനിയനോടോ ഏട്ടനോടോ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോടാണ് സംസാരിക്കുന്നവർ. അവർ ഒരാളാണെങ്കിൽ നിങ്ങൾ അത് ആണാണെങ്കിൽ അൻത എന്ന് പറയും, പെണ്ണാണെങ്കിൽ അൻതി എന്ന് പറയും. 2 ആളാണെങ്കിൽ അൻതുമ എന്ന് പറയും, അത് 2 ആണാണെങ്കിൽ 2 പെണ്ണാണെങ്കിൽ അൻതുമ എന്ന് പറയും. ഇനി നിങ്ങൾ സംസാരിക്കുന്നത് കുറേ ആണുങ്ങളോടാണെങ്കിൽ എന്തെന്ന് പറയണം, അൻതും എന്ന് പറയണം, നിങ്ങൾ. അതേ സ്ഥാനത്ത് സംസാരിക്കും കുറേ പെണ്ണുങ്ങളോടാണെങ്കിലോ അൻതുന്ന പറയണം. ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ,
സെക്കൻഡ് പേഴ്സൺ. ഇനി മൂന്നാമത്തെ പേഴ്സൺ ഉണ്ട്. സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ സ്ഥലത്തുള്ള ആളാണ്, നമ്മൾ ഫേസ് ടു ഫേസ് സംസാരമാണ്, അവിടെ ഉള്ള ആളോടാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാൾ ഉണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ, അയാൾ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അയാൾ രണ്ടാമത്തെ ആളോട് സംസാരിക്കുന്നു, അതിനാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പഠിപ്പുള്ളവരൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരവരൊക്കെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇനി നമ്മൾ സംസാരിക്കുന്നത് സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണ്, സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരാൾ ആണാണെങ്കിൽ ഹുവ എന്ന് പറയും. സ്ഥലത്തില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹിയ എന്ന് പറയും. സ്ഥലത്ത് ഇല്ലാത്ത രണ്ട് പുരുഷന്മാരാണ് കുറിച്ച് പറയുന്നതെങ്കിൽ ഹുമാ എന്ന് പറയും. സ്ഥലത്തില്ലാത്ത രണ്ട് പെണ്ണിനാണെങ്കിൽ ഹുമാ എന്ന് തന്നെ പറയാം. അതുപോലെ സ്ഥലത്തില്ലാത്ത കുറേ പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹും എന്ന് പറയും. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ പുരുഷന്മാർ. സ്ഥലത്തില്ലാത്ത കുറേ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ ഹുന്ന, അവർ കുറേ സ്ത്രീകൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളെ പാഠങ്ങൾ പോകുന്നത്. ഇതാണ് കളർ കൊടുത്തിട്ട് നമ്മൾ ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ. ഇത് പഠിപ്പിക്കലാണ് ഈ പാഠത്തിൽ. ലമീറുകൾ പഠിപ്പിക്കലാണ് ഉദ്ദേശം. ലമീറുകളാണ് പഠിപ്പിക്കുന്നത്. ലമീർ എത്ര വിധമുണ്ട്? 3 വിധം ലമീർ ഉണ്ട്. മുത്തകല്ലിമിൻ്റെ ലമീർ അനാ നഹ്നു, മുഹാത്തബിൻ്റെ ലമീർ ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോൾ വരുന്ന ലമീറുകൾ അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന 6 ലമീറുണ്ട്. പിന്നെ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹുവ ഉമാഹും ഹിയ ഉമാഹുന്ന, അങ്ങനെ 6 ലമീറുണ്ട്. മൊത്തം 6 12 2 മുത്തകല്ലിൻ്റെ ലമീർ അടക്കം 14 ലമീറുകളാണ് ഉള്ളത്. ലമീർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ലമീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സർവനാമം എന്ന് പറയും, പ്രോനൗൺ എന്നാണ് പറയാം. ഇംഗ്ലീഷിൽ നമ്മൾ ഹി, ഷി, ഇറ്റ്, ദേ എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് പിന്നെ ലമീർ എന്ന് പറയാം. അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അനാ നഹ്നും അൻത അൻതുമയും ഹുമ ഹിയ ഹുമയും ഒക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ ഞങ്ങൾ പാഠം വായിക്കല്ലേ. നമ്മളെ ഈ പാഠത്തിന് മെയിൻ ആൾ ജാബിറാണ് കേട്ടോ. ജാബിറാണ് ഈ മാഗസിൻ കൺട്രോൾ ചെയ്യുന്ന ആൾ. അപ്പോൾ അസ്തിഖായി, എൻ്റെ കൂട്ടുകാരെ, അന ജാബിറു, ഞാൻ ജാബിറാണ്. ഒഹിബുൽ ഖിറാഅത്ത, ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്നു. ബുക്കുകളൊക്കെ വായിക്കുകയാണെങ്കിൽ ഖിറാഅത്തിൻ്റെ അർത്ഥം വായന എന്ന് പറയാം. ഖുർആൻ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാന്ന് പറയണം. ഖിറാഅത്തിന് 2 അർത്ഥം നമ്മൾ വെക്കാറുണ്ട്, വായിക്കാന്നും ഓതാന്നും. ഖുർആാനെങ്കിൽ ഓതാന്നും മറ്റുള്ള ബുക്കുകളാണെങ്കിൽ വായനാന്നും അർത്ഥം പറയണം. അപ്പോൾ ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൽ ഖിറാഅത്ത വായനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്യൗമ ഇന്നത്തെ ദിവസം, നുഇദ്ദു മഅൻ മജല്ലത്തൻ, നുഇദ്ദു നമ്മൾ തയ്യാറാക്കും, മഅൻ ഒപ്പം, മജല്ലത്തൻ ഒരു മാസിക, മക്തൂബത്തൻ എഴുതിയ, ബി ഖത്തിലെതി കൈകൊണ്ട് എഴുതിയ ഒരു എഴുതപ്പെട്ട ഒരു മാഗസിൻ നമ്മൾ ഇന്ന് തയ്യാറാക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി തയ്യാറാക്കല്ലേ എന്ന് പിള്ളേരോട് പറയണം, അവൻ്റെ കൂട്ടുകാരോട്. എന്നിട്ട് പറയണം, അന്ത യാസിറു, നീ യാസിറല്ലേ, വ അന്തി ഫാത്തിമ, നീ ഫാത്തിമയും അല്ലേ, അന്ത യാസിറു, നീ യാസിറാണ്. അപ്പം യാസിർ എന്നുള്ളത് പുല്ലിംഗം ആണ്, ഒരാളായതുകൊണ്ട് അന്ത എന്ന് പറഞ്ഞു. ഫാത്തിമ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, ഒരാളുള്ളൂ, അതുകൊണ്ട് അന്തി എന്ന് പറഞ്ഞു. അപ്പം അന്ത യാസിറും അന്തി ഫാത്തിമത്തും, നീ യാസിറും ഫാത്തിമാണ്. നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്യണം? കിതാബത്തുക്കുമാ, നിങ്ങൾ രണ്ടുപേരും ജമീലത്തും, നന്നായി എഴുതുന്ന ആൾക്കാരാണ്, നല്ല വൃത്തിയിൽ എഴുതുന്ന, ഭംഗിയിൽ എഴുതുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോഴും എഴുതുമ്പോൾ നല്ല ഭംഗിയിൽ എഴുതണം, വരൻ്റെ മേലിൽ കൂടെ നല്ല വൃത്തിയായിട്ട് എഴുതണം. എന്നിട്ട് പറയണം, അവർ രണ്ടാളോടും കൂടി പറയാണ്. അപ്പോൾ 2 ആളാണെങ്കിൽ എങ്ങനെ പറയാ? ഇത് 2 ആണിനെ കുറിച്ചും 2 പെണ്ണിനെ കുറിച്ചും, ഒരാണും ഒരു പെണ്ണാണെങ്കിൽ അൻതുമ എന്ന് പറയാ. അൻതുമ, നിങ്ങൾ രണ്ടാളും, തക്തുബാ, നിങ്ങൾ രണ്ടാളും എഴുതണം, ഫിൽ വറക്കത്തി, കടലാസിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ രണ്ടാളും എഴുതണം. ഏത് നമുക്ക് മാഗസിൻ തയ്യാറാക്കാൻ കഥകളും കവിതകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കടലാസിൽ എഴുതണം. യാ സാലിമിന്, സാലിമിനോട് പറയണം, ഏ സാലിമേ, വ നബീലുൻ, ഏ നബീലേ, വ നിഹാലു, നിഹാലേ. അപ്പോൾ സാലിമുണ്ട്, നബീലുണ്ട്, നിഹാലും, 3 ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പറയണം. അൻത പറഞ്ഞാൽ പറ്റുമോ? ഒരാളാണെങ്കിൽ അൻത പറയാം. ഇവർ 3 ആൺകുട്ടികളാണ്. അപ്പോൾ എന്തും അൻതുമ പറഞ്ഞാൽ മതിയോ? 2 ആളല്ല, ഇവർ 3 ആളുണ്ട്. അപ്പോൾ എന്തെന്ന് പറയണം? അൻതും, നിങ്ങളൊക്കെ തജുമഊനൽ അക്ലാമ, പേനൊക്കെ ഒരുമിച്ച് കൂട്ട്, അൽവാന കളറും ഒരുമിച്ച് കൂട്ട്. എന്നിട്ട് യാ ഹാദിയ, ഏ ഹാദിയ പെണ്ണെ, വ നൂറത്ത്, നൂറപ്പെണ്ണെ, വ റമീസത്തു, റമീസ പെണ്ണെ, അൻതുന്ന, ഇവർ 3 ആളുണ്ടല്ലോ. അപ്പം അൻതുന്ന, നിങ്ങളെല്ലാ സ്ത്രീകളും, നിങ്ങളെല്ലാവരും, തുസമ്മിമിനൽ ഖിലാഫ, തുസമ്മിമിന കളർ കൊടുക്കാൻ, ഖിലാഫ് പറഞ്ഞാൽ എന്താ? കളർ കൊടുക്കുക, ഡിസൈൻ ചെയ്യുക എന്നൊക്കെ പറയാം. പിന്നെ തുസമ്മിമിനൽ ഖിലാഫ, ചട്ട ഉണ്ടല്ലോ, നമ്മളെ മാഗസിൻ്റെ മെയിൻ ചട്ട, അത് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. എന്നിട്ട് പിന്നെ അവിടെ സ്ഥലത്തില്ലാത്ത 1-2 ആളുകളെ കുറിച്ച് പറയാണ്. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്, അത് നമ്മളെ വേറെ ചിലരൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ അവൻ പറയാണ്. ഹുവ റാഷിദുൻ, നമ്മളെ അവനുണ്ടല്ലോ റാഷിദ്, അവനോടില്ല. വയ്യ സൈനബുൻ, അവള് നമ്മളെ സൈനബ് ഉണ്ടല്ല, അവൻ റാഷിദാണ്. ഹുവ റാഷിദ്, അവൻ റാഷിദാണ്.
പിന്നെന്താണ് വഹിയ സൈനബുൻ, അവൾ സൈനബു ആണ്. യുഹിബാനി തൽവീന, അവർ കളർ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഹുമാ യുലവ്വിനാനി, അവർ രണ്ടാളും എന്ത് ചെയ്തോളും, കളർ കൊടുത്തോളും. എന്താണ് ഹുമാ യുലവ്വിനാനി അസ്സഫഹാത്തി, പേജുകൾ ഉണ്ടല്ലോ, ഒരു പേജുകൾ അവരെന്ത് ചെയ്തോളും, കളർ കൊടുത്തോളും. മറ്റൊരു ചട്ടാണ് കളർ കൊടുക്കേണ്ടത്, ഇവർ പേജുകൾ കളർ കൊടുക്കണം. പിന്നെ പറയുന്നത് എന്താണ്, ഹുനാ തുല്ലാബുൻ, അവരെന്താണ് വിദ്യാർത്ഥികളാണ്. ഇവിടെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, അവിടെ സ്ഥലത്തില്ല, ഇവിടെ വേറെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, സ്ഥലത്തില്ലാത്ത കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് പറയാണ്. ഹും യക്കുത്താവുനൽ ഔറാക്ക, അവർ കടലാസൊക്കെ അവർ മുറിച്ചോളും. പിന്നെ അവർ പേപ്പറുകളൊക്കെ മുറിക്കും. വഹുനാക്ക താലിബാത്തുൻ, അവിടെ കുറച്ച് വിദ്യാർത്ഥിനികളുണ്ട്, അവിടെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. ഹുനാക്ക അവിടത്തിലുണ്ട്, താലിബാത്ത് കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. ഹുന്ന യർസുമുന സുവറ, അവർ ചിത്രം വരക്കും, അവർ ചിത്രം വരക്കട്ടെ. ഹുന്ന യർസുമുന സുവറ, അവർ ചിത്രം വരക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവർ ചിത്രം വരച്ചോളും എന്നുള്ള രീതിയിൽ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. കുറേ ലമീറുകളെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇപ്പുറത്തെ പേജ് മറിക്കുക, എന്നിട്ട് നോക്കിയേ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അൻത യാസിറൂൻ, നീ യാസിറാണ്. ഇത് വായിക്കാൻ നമ്മൾ അർത്ഥം മനസ്സിലാക്കുക, ഇത്രയാണ് ഉള്ളത്. അൻത യാസിറു, പരീക്ഷയ്ക്ക് വരും അൻത യാസിറു അർത്ഥം എഴുതുക എന്ന്. അപ്പം എന്ന് പറയണം, നീ യാസിറാണ്, ഒരാളായ കാരണം അൻത എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ അൻതുമ, നിങ്ങൾ രണ്ടുപേരും തക്കുതുബാനി എഴുതുന്നവരാണ്. അൻതും നിങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട്, അവർക്കാണ് നിങ്ങൾ എന്ന് പറയാം. നിങ്ങൾ കുറേ പുരുഷന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. അൻതും തജ്മൗന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവരാണ്. ഇനി ഫാത്തിമാനെ കുറിച്ച് പറയാം. ഫാത്തിമ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് അൻതി ഫാത്തിമത്തുൻ, നീ ഫാത്തിമയാണ്. അന അൻതി ഫാത്തിമത്തുൻ, നീ ഫാത്തിമയാണ്. എന്നിട്ട് പിന്നെന്താ പറയണ, അന ജായിറുൻ, ഇനി രണ്ട് ഫാത്തിമമാരുണ്ടെങ്കിൽ, രണ്ട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്ന് പറയണം അൻതുമാ എന്ന് പറയണം. കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്ന് പറയണം അൻതുന എന്ന് പറയണം അല്ലേ. ഇനി നോക്കൂ, അന ഇപ്പുറത്തെ ഉള്ളത് എന്താ, അന ജാബിറു, ഞാൻ ജാബിറാണ്. പിന്നെ നഹ്നു നുഇദ്ദു, ഞങ്ങൾ എന്താക്കും, തയ്യാറാക്കും. ഈ ബുക്കും കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾ തയ്യാറാക്കും. ഇനി ഹുവ റാഷിദുൻ, അവൻ റാഷിദാണ്. അവൻ ഒരാളായാണ്ട് ഹുവ എന്ന് പറഞ്ഞു. അവർ രണ്ടാളുണ്ടെങ്കിലോ ഹുമ, അവർ രണ്ടുപേരും യുലവ്വിനാനി, അവർ രണ്ടുപേരും കളർ കൊടുക്കും. ഹും യഖ്തഊന, അവർ കുറേ പുരുഷന്മാരുണ്ടാ. ഹുവ ഉമാഹും, അവരെന്ത് ചെയ്യും, മുറിക്കും. പിന്നെ ഹിയ, അവളൊരു പെണ്ണ്, അവള് എന്ത് ചെയ്യും, സൈനബയാണ്. ഹുന്ന യർസുമുന, അവർ കുറേ സ്ത്രീകളുണ്ട്, അവരെന്ത് ചെയ്യും, യർസുമുന വരക്കും. ഹുന്ന എന്ന് പറഞ്ഞാൽ ഹിയ ഹുമാ ഹുന്നയാണ് കേട്ടാ, ഹിയ ഹുമാ ഹുന്ന. അപ്പം ഹിയ എന്ന് പറഞ്ഞാൽ അവളൊരു പെണ്ണ്, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പെണ്ണുങ്ങൾ, ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറേ പെണ്ണുങ്ങൾ. ഹുന്ന യർസുമുന, അവർ വരക്കും. പിന്നെ അൻതുന്ന, ഇവിടെ നമ്മൾ അൻത പറഞ്ഞു, അൻതുമ അൻതും പറഞ്ഞു. ഇനി അൻതി അൻതുമാ അൻതുന്ന, ഒരു അൻതുമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അൻതിയുടെ ബഹുവചന, അൻതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്, അൻതുമാറിന് രണ്ട് പെണ്ണുങ്ങളാണ്, അൻതുന്ന എന്ന് പറഞ്ഞാൽ കുറേ പെണ്ണുങ്ങളാണ്. അൻതുന്ന തുസമ്മിമിന, നിങ്ങൾ ഡിസൈൻ ചെയ്യും, അങ്ങനെയാണല്ലോ അർത്ഥം. ഓക്കെ. ഇനി നുസ്ലിബിൽ മുനാസബി, യോജിച്ചത് എഴുതാനാണ്, ചേരുമ്പടി ചേർക്കാനാണ്. അത് നോക്കുക നിങ്ങൾ. ബനാത്തുൻ എന്ന് പറയുമ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട്, അപ്പോൾ എന്താണ് അതിൽ ഹിയയാണോ ഹുവയാണോ എന്താണ് കൊടുക്കുക. അതുപോലെ തന്നെ ഹുമയുണ്ട്, രണ്ട് ഹുമയുണ്ട്, ഒരു ഹുന്നയുണ്ട്, ഹുമ്മുണ്ട്. എന്താ നമ്മൾ കൊടുക്കേണ്ടത്? ബനാത്തുൻ എന്ന് പറയുമ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അപ്പം എന്താണ് അൻത അൻതുമ അൻതും, അതൊക്കെ പുരുഷന്മാർക്ക് പറയുന്നതാണ്. പെണ്ണുങ്ങൾക്ക് പറയുന്ന അൻതി അൻതുമ അൻതുന്നയാണ്. അതുപോലെ തന്നെ പിന്നെ ഏതും പറയാ, ഹുമാ ഹും ഹിയ ഉമാ ഹുന്നയും പറയാ. അപ്പം ഏതാണ് ബനാത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുക? ബനാത്തിന് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ഹുന്നയാണ്. അൻതുന്നതിലില്ലല്ലോ. ആ നടുക്കിൽ മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ള ഹിയ ഉമാ ഹുമാ ഹുമാ ഹുന്ന ഹും, ഇതാണ് കൊടുക്കേണ്ടത്, ചേരുമ്പടി ചേർക്കേണ്ടത്. അപ്പം ബനാത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഹിയാണോ ഹുമയാണോ ഹുന്നയാണോ ഏതാണ് ചേർക്കേണ്ടത്? ബനാത്തുൻ കുറേ പെണ്ണുങ്ങളുള്ള കാരണം ഹുന്ന കൊടുക്കുക. ഇവിടെ അൻതുന്ന ഉണ്ടെങ്കിൽ അൻതുന്ന ആയാലും മതി. ഇവിടെ അൻതുന്ന ഇല്ല, ഹുന്ന മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഹുന്ന കൊടുക്കുക. ബിന്തു എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണ്, അപ്പം ഹിയ കൊടുക്കുക. പിന്നെ തക്കുതുബാനി എന്ന് പറഞ്ഞാൽ രണ്ടുപേര് എഴുതാന്നാണ്, അപ്പോൾ ഹുമ എന്നുള്ളത് കൊടുക്കുക. ഇനി ഇപ്പുറത്ത് നോക്കിയാൽ അബിനാഉൻ എന്ന് പറയുമ്പോൾ കുറേ ആൺകുട്ടികളാണ്, അപ്പോൾ ഹും കൊടുക്കുക. യാസിർ എന്ന് പറയുമ്പോൾ ഒരു യാസിറാണുള്ളത്, അപ്പോൾ ഹു കൊടുക്കുക. ഇനി അൻത ഉണ്ടെങ്കിൽ അൻത ആയാലും കുഴപ്പമില്ല. ബിൻതാനി എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികളാണ്, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കൊടുക്കണം ഹുമ എന്ന് കൊടുക്കണം. അൻതുമ ഉണ്ടെങ്കിൽ അൻതുമ ആണെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്?
ഹിയ ഉമാ ഹുവ ഉമാഹും ഹിയ ഉമാഹുന്ന. ഹുവ ഉമാഹും എന്നുള്ളത് എന്താണ്? പിന്നെ സ്ഥലത്തില്ലാത്ത ഗായിബായ ലമീർ എന്ന് അതിനെ പറയാം. ഹുവ ഉമാഹും ഗായിബായ ലമീർ, ഹിയ ഉമാഹുന്നയും ഗായിബായ ലമീർ. ഹുവ ഉമാഹും എന്നുള്ളത് പുരുഷന്മാർ, ഒരു പുരുഷന് പറയുന്നത് ഹുവ, രണ്ട് പുരുഷന് പറയുന്നത് ഹുമ, കുറേ പുരുഷന്മാർക്ക് ഹും എന്ന് പറയും. ഹിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പറയും, ഹുമ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീക്ക് പറയും, ഹുന്ന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾക്ക് പറയും. അപ്പോൾ ഗായിബായ ലമീറുകൾ ഉമാഹും ഹിയ ഉമാഹുന്ന ഇങ്ങനെ പറയുന്ന ഇത്രയും ലമീറുകളാണ് ഉള്ളത്. ഇനി അടിയിലുള്ളത് നോക്കുക. ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ. അപ്പോൾ ആ ഒഹിബു എന്നതിൻ്റെ ഉള്ളിൽ ഒരു ഞാൻ കിടക്കുന്നുണ്ട്, അതിനാണ് നമ്മൾ ലമീർ എന്ന് പറയാം. ആ ലമീറിനടുത്ത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒഹിബു എന്ന് പറയുമ്പോൾ അനയാണ് അതിൽ വരിക. ഞൊയ്തു, ഞങ്ങൾ തയ്യാറാക്കും എന്ന് നമ്മൾ ഇതിൽ മേലത്തെ പട്ടികയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തയ്യാറാക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? പിന്നെ അതിൻ്റെ അവിടെ ഉള്ളിൽ കിടക്കുന്ന ലമീർ മറിഞ്ഞെടുക്കുന്നത് ആരാണ്? നെഹ്നു ആണ്. അവിടെ നെഹ്നു നൊയ്തു എന്നല്ല, ആ മേലത്തെ പെട്ടിക്കോളത്തിൽ രണ്ടാമത്തെ പെട്ടിക്കോളത്തിൽ അവസാനത്തെ വാക്ക് നോക്കൂ. അപ്പോൾ അവിടെ മറിഞ്ഞു കിടക്കുന്നത് നെഹ്നു ആണ്. തക്തുബാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എഴുതും എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? തക്തുബാനി എന്ന സ്ത്രീലിംഗാണ്, ത ആണ് ഉള്ളത് അല്ലെ, യക്തുബാനി അല്ല, തക്തുബാനിയാണ്. തക്തുബാനി മുമ്പ് വന്നിട്ടുണ്ട്, അതിന്റെ ലമീർ എന്താണ്? അൻതുമയാണ്, നിങ്ങൾ രണ്ടുപേരും എഴുതും എന്നാണ് അല്ലെ. തജുമൗന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. അവിടെ എന്താ വന്നിട്ടുള്ളത്? ലമീർ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞാൽ അൻതും ആണ്. തജുമൗന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. ഇനി നോക്കൂ, തുസമ്മിമിന എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ കളർ കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ എന്താ കൊടുക്കേണ്ടത്? അൻതുന്ന. പിന്നെ യുലവ്വിനാനി, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും? തുസമ്മിമിന ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. യുലവ്വിബാന് നിങ്ങൾ രണ്ടുപേരും കളർ കൊടുക്കും. അവിടെ എന്താ വരേണ്ടത്? ഹുമയാണ് അവിടെ വരേണ്ടത് അല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്തത് യഖ്തഊന, നിങ്ങൾ മുറിക്കും. അവിടെ ഹുമാണ് വരേണ്ടത്. യർസുമിന, നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ വരക്കും. അവിടെ എന്താ കൊടുക്കേണ്ടത്? ഹുന്നയാണ്. അതൊക്കെ മേലത്തെ പെട്ടിക്കോളുണ്ട്, ആ പെട്ടിക്കോളത്തിൽ നോക്കിയിട്ടും അർത്ഥം മനസ്സിലാക്കിയിട്ടും ഒക്കെ എന്ത് ചെയ്യണം? പിന്നെ ലമീറുകൾ എടുത്ത് എഴുതണം. ഇനി ഇപ്പുറത്തെ പാഠം, ഇപ്പുറത്തെ പേജ് നോക്കുക. ഇപ്പുറത്തെ പേജിൽ എന്താണ് മക്കളെ ചർച്ച ചെയ്തിരിക്കുന്നത്? പിന്നെ കുറച്ച് ബ്രാക്കറ്റിൽ ഉത്തരങ്ങളുണ്ട്, എടുത്ത് എഴുതാൻ വേണ്ടത്. യാ സാലിമു, സാലിമു എന്ന് പറയുമ്പോൾ ഒരാളാണ്, സാലിമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ അവിടെ ഉള്ള ഒരാൾ, സ്ഥലത്തുള്ള ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ്, സാലിമേ. അവിടെ ഉള്ള ആളോടാണ് പറയുന്നത്, സ്ഥലത്തില്ലാത്ത ആളോടല്ല പറയുന്നത്. അപ്പൊ സാലിം എന്ന് പറയുന്ന ഒരാളാണ്, സ്ഥലത്തുള്ള ആളോടാണ് പറയണത്. അപ്പൊ യാ സാലിമു, സാലിമ. അവിടെ എന്ത് കൊടുക്കണം? ഹുവ ഉണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ അവനാണ്. അവനെ നമുക്ക് യാ സാലിമേ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റില്ലല്ലോ, അവനോട് ഇല്ലല്ലോ. ഇവിടെ ഉള്ള ആളെയാണ് നമുക്ക് വിളിക്കാൻ പറ്റാം. പിന്നെ അൻത എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ്, അൻതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പൊ സാലിം എന്ന് പറഞ്ഞ പുരുഷനാണല്ലോ. അപ്പൊ സാലിമേ എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കാര്യം പറയാണ്. അപ്പൊ എന്താ പറയണം? യാ സാലിമു അൻതയാണ് അവിടെ പറയേണ്ടത്. ഇനി യാ ഫാത്തിമത്തു എന്ന് പറയുമ്പോൾ എത്ര ഫാത്തിമ ഉണ്ട്? ഒരു ഫാത്തിമേ ഉള്ളൂ. ഇവിടെ ഫാത്തിമാനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വിളിക്കാണ്, ഇത് ഫാത്തിമ എന്നുള്ള സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പൊ അവിടെ എന്താ കൊടുക്കേണ്ടത്? അൻതി കൊടുക്കണം. ഓക്കെ. യാ അഭിനാവു എന്ന് പറയുമ്പോൾ കുറെ ആൺകുട്ടികളാണ് വിളിക്കുന്നത്. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? അൻതുണ്ട് ബ്രാക്കറ്റിൽ, അൻതുമുണ്ട്, അൻതി ഉണ്ട്. അൻത എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അൻതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്, അൻത എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണ്, അൻതു എന്ന് പറഞ്ഞാൽ കുറെ പുരുഷന്മാരാണ്. യാ അഭിനാവ് എന്ന് പറഞ്ഞാൽ കുറെ ആൺകുട്ടികളല്ലേ, കുറെ പുരുഷന്മാരല്ലേ. അപ്പൊ എന്തോട്? അൻതും കൊടുക്കണം. പിന്നെന്താണ്? ജവാദുൻ എന്നുള്ളത്, ജവാദു ഒരു ആളുടെ പേരാണ് കേട്ടാ. ഉസ്താദി, എൻ്റെ ഉസ്താദാണ്. അപ്പൊ എങ്ങനെ പറയാ? ജവാദ്. ഹുവ ഉസ്താദി. ഹിയ പറയാൻ പറ്റില്ല, ഹിയ സ്ത്രീലിംഗത്തിനാണ്, അന്തിം സ്ത്രീലിംഗത്തിനാണ്. പിന്നെ ഹുവ മാത്രമേ ഉള്ളൂ. ജവാദ് ഉസ്താദിന്റെ പേരാണ്. അപ്പൊ ജവാദിന് ഹുവ ഉസ്താദി എന്ന് പറയണം. ഇനി ഫാത്തിമത്തുൻ, ഫാത്തിമ ഒരാളാണ് അല്ലേ. അപ്പൊ ഇവിടെ ഹിയ മാത്രമാണ് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നുള്ളത്, അൻതയും അൻതും ഒക്കെ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇന്നൊന്നും നോക്കാനില്ല. ഫാത്തിമത്തു, ഫാത്തിമ, ഹിയ ഉഖ്തി, അവൾ എൻ്റെ സഹോദരിയാണ്. യബനു വയാബിന്തു, ഇവിടെ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്, രണ്ടാളും കൂടിയാണ് വിളിക്കണത്. തൽ അബാനി, മകളും മകനെ, നിങ്ങൾ രണ്ടാളും കളിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? സ്ഥലത്തുള്ള രണ്ട് ആളെ വിളിക്കുന്നത്, ഒരാണുണ്ട് ഒരു പെണ്ണുണ്ട്. അപ്പൊ ഹുമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഹുമ പറ്റൂല. പിന്നെ സ്ഥലത്തുള്ള ഇവിടെ ഉള്ള ആളുകളാരെ അൻതുമേണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അൽ മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ, അത് ബഹുവചനാണ്, കുറെ പേരുണ്ട്. അപ്പൊ അവിടെ എന്താ കൊടുക്കേണ്ടത്? പിന്നെ യദ്ഹബൂന, അവർ എന്ത് ചെയ്യുന്നു? അവർ എന്നാണ്, അവർ പോകും. ഇലൽ മക്കത്ത, മക്കയിലേക്ക് മുസ്ലിങ്ങൾ പോകും. അപ്പൊ ഇയ എന്ന് പറഞ്ഞാൽ അവള് എന്നാണ്, അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ്, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. അപ്പൊ അവർ ഹും ആണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി എട്ടാമത് എന്താ? ഡാഷ് മുസ്ലിമുൻ, അൽ ഇസ്ലാമു ദീനി. മുസ്ലിമുൻ എന്നുള്ളത് എന്താണ്?
ഡാഷ് മുസ്ലിമൂൻ അൽ ഇസ്ലാമു ദീനി. അപ്പം എന്താ പറയണ്ട, അന മുസ്ലിമൂൻ ഞാൻ മുസ്ലിമാണ്, അൽ ഇസ്ലാമു ദീനി ഇസ്ലാം എൻ്റെ മതമാണ്. ഇതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഒക്കെ ഏകവചനം ബഹുവചനാണ്. സ്വദീഖുൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, അസ്തിക്കാവ് പറഞ്ഞാൽ കൂട്ടുകാർ, കലമെന്ന് പറഞ്ഞാൽ പേന, അക്ലാം എന്ന് പറഞ്ഞാൽ പേനകൾ, ലൗൻ എന്ന് പറഞ്ഞാൽ കളർ, അൽവാനും കളറുകൾ, താലിമിന് വിദ്യാർത്ഥി, തുല്ലാബിന് വിദ്യാർത്ഥികൾ, വറക്കുൻ കടലാസ്, ഔറാക്കുൻ കടലാസുകൾ, ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ, സൂറത്തുൻ സുവറുൻ. ഇതൊക്കെ എന്തിനാണ്? ബഹുവചനാണ്. അൻത നീ, അൻതും നിങ്ങൾ, അല്ലേ? ഏകവചനത്തിന് നമ്മൾ മുഫ്രദ് എന്ന് പറയും, ബഹുവചനത്തിന് ജം എന്ന് പറയും. അപ്പൊ സൂറത്തു എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, അതിന്റെ ബഹുവചനം സൂവറുനാണ്. അൻത എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുവചനാണ്, അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് ഏകവചനാണ്, അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ ബഹുവചനാണ് ജം ആണ്. അന ഞാൻ മുഫ്രദാണ്, ഏകവചനത്തിന് എന്ന അറബിൽ പറയും മുഫ്രദാണ്. നെഹ്നു ഞങ്ങൾ ബഹുവചനാണ്, അപ്പൊ ജം എന്ന് പറയും. ഹുവ അവൻ മുഫ്രദാണ്, ഹും അവർ ജം ആണ്. ഹിയ അവൾ മുഫ്രദാണ്, ഹുന്ന അവർ കുറെ പെണ്ണുങ്ങൾ എന്താണ് പിന്നെ ജം ആണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പുറത്തെ പേജിൽ പഠിക്കുക. ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ആകത്തുക എല്ലാ നമീറുകളും ഓർഡർ ആക്കിക്കൊണ്ട് 14 നമീറുകൾ ഓർഡർ ആക്കിക്കൊണ്ട് പറയാണ്. ഈ പെട്ടിക്കോളം നോക്കിയേ, ഹോമാഹും ഹിയൗമാഹുന്ന അൻതുമാൻതും അൻതുമാൻതുൻ അനാനഹനു. ഇത് നമ്മൾ ശരിക്ക് കാണാതെ പഠിക്കണം. ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും അൻത ബാക്കി പറയുന്ന പറഞ്ഞാൽ അൻതുമാൻതും, അൻതി ബാക്കി പറയും അൻതുമാൻതുന, ഇങ്ങനെ പറയാൻ കഴിയണം. ഹുവ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ, ഹുമ അവർ 2 പുരുഷന്മാർ, ഹുമ അവർ കുറേ പുരുഷന്മാർ, ഹിയ അവളൊരു സ്ത്രീ, ഹുമ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ. ഇതൊക്കെ സ്ഥലത്തില്ലാത്ത ആളുകൾക്കാണ് ആ 6 പറയുന്നത് കേട്ടാ. അൻത സെക്കൻഡ് പേഴ്സൺ ആണ്, അൻത നീ ഒരു പുരുഷൻ, അൻതുമാ നിങ്ങൾ 2 പുരുഷന്മാർ, അൻതു നിങ്ങൾ കുറേ പുരുഷന്മാർ, അൻതി നീ ഒരു സ്ത്രീ, അൻതുമാ നിങ്ങൾ 2 സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ. ഈ 6 പിന്നെ മുഹാത്തബ് എന്നാണ് പറയാം. മേലത്തെ 6 ഹായിബ് എന്ന് പറയും, രണ്ടാമത്തെ 6 മുഹാത്തബ് എന്ന് പറയും. അന എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പേഴ്സൺ മുത്തക്കല്ലിമ്, നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പേഴ്സൺ. അന എന്നുള്ളത് പിന്നെ എന്താണ് പിന്നെ ഏകവചനാണ്, മുഫ്രദാണ്. നെഹ്നു എന്നുള്ളത് ബഹുവചനാണ്. ഓക്കെ, ഇനി ഇങ്ങനെ നോക്ക്, ഹുവ ഹിയ അൻത അൻതി അന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്ക് കാണുന്നതൊക്കെ മുഫ്രദുകളാണ്, ഏകവചനങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാണുന്ന ഹുമ അൻതുമാ അൻതുമാ നെഹ്നു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ദ്വിവചനങ്ങളാണ്, ദ്വിവചനങ്ങൾ. അതിനെക്കുറിച്ച് പിന്നെ പഠിക്കും. ഹും ഹുന്ന അൻതും അൻതുന്ന നെഹ്നു എന്ന് പറഞ്ഞ ലാസ്റ്റുള്ള അടിക്കുള്ള കോളം മുഴുവൻ എന്താണ്? ജംഉകളാണ്. ജംഉ പറഞ്ഞാൽ ബഹുവചനാണ്. ഇനി ഇവിടെ ബ്രാക്കറ്റിലുള്ളത് ഹാദാ ഇബ്നുൻ ഹുവ ദാരിസുൻ, ഇത് മകനാണ്, അവൻ പഠിക്കുന്നവനാണ്. അപ്പോൾ ഒരു മകനായതുകൊണ്ട് ഹുവ പറഞ്ഞു. ഹാദാനി ഇബ്നാനി, ഇത് 2 മകനാണ്, ഇത് 2 മക്കളാണ്. അപ്പോൾ ഹുമാ ദാരിസാനി എന്ന് പറയണം. ഹാഉലായി അബ്നാൻ, ഇത് കുറേ മക്കളാണ് അല്ലേ. പിന്നെ അപ്പോൾ ഹും ദാരിസൂന എന്ന് പറയണം. ഹാദി ബിൻതുൻ ഹിയ ദാരിസത്തുൻ, ഹാത്താനി ബിൻതാനി ഹുമാ ദാരിസത്താനി, ഹാഉലായി ബനാത്തുൻ ഹുന്ന ദാരിസാത്തുൻ. ഇനി നോക്കി അതിൻ്റെ ലമീറുകൾ വിട്ടത് പൂരിപ്പിക്കാനാ. ഹുവ അവിടെ വിട്ടുപോയത് എന്താ? ഹുവ കഴിഞ്ഞിട്ട് ഹുമ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ഹിയ കഴിഞ്ഞാൽ ഹിയ ഹുമ ഹുന്ന വിട്ടുപോയിട്ടുണ്ട്, 2 വിട്ടുപോയിട്ടുണ്ട്. അൻതുമാൻതും അൻതുമാൻതുൻ അനാനഹനു. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഇപ്പുറത്തുള്ള പേജ് നോക്കിയാൽ ഇതിൽ കുറേ വർക്കുകൾ ഇങ്ങനെ തന്നിക്കാണ് അല്ലേ. അതെന്തിനാ? നിങ്ങൾ നന്നായി പഠിച്ച് സെറ്റായി പഠിച്ച് നല്ല ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം തുടങ്ങിയതാണ് നമ്മൾ 3ാമത്തെ പാഠം. 3ാമത്തെ പാഠം വലിയ പാഠമാണ്. അപ്പോൾ ഈ പാഠം കഴിയുമ്പോൾ നിങ്ങൾ അടയാളം വെക്കുക. എന്നിട്ട് അത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്താൽ മതി? അടുത്ത പാഠത്തിൻ്റെ എത്ര മിനിറ്റ് ആയി നോക്കിയതിന് ശേഷം അടുത്ത പാഠം നോക്കിയാൽ മതി. ഇനി നുക്കമ്മിലു ബിലമീരിൻ മുംഫസിലിൻ മുനാസിബിൻ കമാഫിൽ മിസാലി, അവിടെ ബ്രാക്കറ്റിൽ നിന്നുള്ള യോജിച്ച പിന്നെ ഉദാഹരണങ്ങൾ ഇപ്പുറത്ത് നമ്മൾ ഫില്ല് ചെയ്തതുപോലെ അപ്പുറത്തും ഫില്ല് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. യബ്നു ആൺകുട്ടി, അവിടെ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് അൻത ദാരിസ് എന്ന് പറയും. യബ്നാന് 2 ആൺകുട്ടിയാകുമ്പോൾ അൻതുമാ ദാരിസാനി അല്ല. അബ്നാവ് കുറേ ആൺകുട്ടികളാവുമ്പോൾ അൻതും ദാരിസൂന. ഇനി നോക്കിയാൽ യാ ബിൻതു ഒരു പെണ്ണാണ്, ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അൻതി ദാരിസത്തൂൻ. യാ ബിൻതാനി 2 പെൺകുട്ടികളെ, അൻതുമാ ദാരിസത്താനി നിങ്ങൾ 2 വിദ്യാർത്ഥിനികളാണ്. യാ ബനാത്തു പെൺകുട്ടികളെ കുറേ ഉണ്ട്, അപ്പം അൻതുന്നെ പറഞ്ഞു. ഇനി അന ഇബ്നൂൻ ഞാനാണ്, ആൺകുട്ടിയാണ്. അന ദാരിസൂൻ ഞാൻ ആരാണ്? പഠിക്കുന്നവനാണ്. അന ബിന്ദു ഒരു പെണ്ണ് പറയാണ്, പെൺകുട്ടി പറയാണ്, ഞാൻ പെൺകുട്ടിയാണ്. അന ദാരിസത്ത് ഞാൻ പഠിക്കുന്നവളാണ്. നെഹ്നു അബ്നാവു ഞങ്ങൾ മക്കളാണ്. നെഹ്നു ദാരിസൂന ഞങ്ങൾ പഠിക്കുന്നവരാണ്. അത് ആൺകുട്ടിയാണെന്ന് പറയുന്നത്, ആൺകുട്ടികളെ പറയുന്നത്. ഇനി പെൺകുട്ടികൾ പറയാണ് നെഹ്നു ബനാത്തൂൻ ഞങ്ങൾ പെൺകുട്ടികളാണ്. നെഹ്നു ദാരിസാത്തൂൻ
ഞങ്ങൾ പഠിക്കുന്നവരാണ് അവിടെ നെഹ്നു ഇട്ടിട്ട് പറയാം. ഇനിയിപ്പോൾ നോക്കിയാൽ അടിയിൽ കുറേ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, ഖുർആൻ വാക്കുകളാണ്. അന തവ്വാബു റഹീം, അവിടെ അന വന്നു ആ ഉദാഹരണത്തിൽ. ഖാലു ഇന്നമ നെഹ്നു മുസ്ലിഹൂൻ, നെഹ്നു വന്നു. ഉലൈക ഉമുൽ മുഫ്ലിഹൂൻ, ഹും വന്നു അവിടെ. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, അൻത വന്നു, കണ്ടില്ലേ. കുൽ ഹുവല്ലാഹു അഹദ്, ഹുവ എന്നുള്ളത് വന്നു. ഹുന്ന വന്നു അടുത്ത ഉദാഹരണത്തിൽ. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സമയം ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരെയുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് സൗകര്യം പോലെ നാലാമത്തെ പാഠത്തിന് വേണ്ടി ഇരിക്കുക. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും നാലാമത്തെ പാഠം എടുക്കുക. നാലാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ഫിക്റത്തുൻ റായിഅത്തുൻ, മനോഹരമായൊരു ചിന്ത എന്നാണ് ആ പാഠത്തിൻ്റെ ഹെഡിങ്. ഇതിൽ ഷാക്കിറും സാലിമും എന്ന് പറയുന്ന രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണവും അവർ തിരഞ്ഞെടുത്ത ഒരു നേരമ്പോക്കൊരു ഹോബിയുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ചോദ്യം ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ. നമ്മൾ മാ പഠിച്ചിരുന്നു. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മൻ ആര് ഒക്കെ 2ൽ പഠിച്ചതാണ്. അയിന ഇവിടെ, ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അദവാത്തുൽ ഇസ്തിഫാമി എന്ന് പറയും, ഇസ്തിഫാമിൻ്റെ അദാത്തുകൾ എന്ന് പറയും. ഇതിൻ്റെ കൂടെ ഒരു 2 എണ്ണം കൂടിയും ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഈ 2 എണ്ണവും മുമ്പ് പഠിച്ച് 3 എണ്ണം കൂടി 5 എണ്ണമാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. മാതാ എന്ന് പറഞ്ഞാൽ എന്ത്, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. മാതയും കൈഫയുമാണ് പുതുതായി നമ്മൾ പഠിക്കുന്ന ഇസ്തിഫാമിൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. പിന്നെ മായും ഐനയും മന്നും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് പാടുന്ന പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ നോക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള 4 പാഠങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാവധാനം പലവട്ടം ഇത് കേട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ സാലിമുൻ വ ഷാക്കിറുൻ അഖ്വാനി, അവർ രണ്ടുപേരും എന്താണ്? കൂട്ടുകാരന്മാരാണ്, സഹോദരന്മാരാണ്. ഹുമാ യതഹാദസാനി, അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, നമ്മൾ ഹുവ ഹുമാ ഹുമൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, യതഹാദസാനി അവർ രണ്ടുപേരും സംസാരിക്കാണ്. അതിൽ ആദ്യം പറയുന്നത് ഷാക്കിർ പറയാണ് മാതാ നഫ് അൽ യൗമ, മാതാ എന്താണ്. മാതാ എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മാതാ നഫ് അലു നമ്മൾ പ്രവർത്തിക്കും, അൽ യൗമ ഇന്ന് നമ്മൾ എന്താ ചെയ്യുക, ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഷാക്കിർ സാലിം പറയാണ് നലബു ബി കുറത്തിൽ ഖദമി, നല്ലബു നമുക്ക് കളിക്കാം. ബി കുറത്ത് പറഞ്ഞാൽ പന്തുകൊണ്ട്, ഖദമി പറഞ്ഞാൽ കാലുകൊണ്ടുള്ള പന്ത്, കാൽപന്ത് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുക. മാറ അയ്യുക്ക, എന്തെൻ്റെ അഭിപ്രായം, നമുക്കിന്ന് ഫുട്ബോൾ കളിക്കുക, എന്തെൻ്റെ അഭിപ്രായം. അപ്പം ഷാക്കിർ പറയാണ് ഞാൻ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാണ്. ലാക്കിൻ ഐനൽ കുറത്തു, ലാക്കിനെങ്കിൽ ഐനൽ കുറത്തു, എവിടെയാണ് കുറത്ത്? ഐന അല്ലെ, ഐന എന്നുള്ളത് 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഐനൽ കുറത്തു, എവിടെയാണ് പന്ത്? സാലിബ് പറയാനില്ല, അതിൽ എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം മാതാ സനഫ് അലു, അപ്പോൾ പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യുക? മാതാ സനഫ് അലു പറഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യുക? മാതാ എന്ത് ചെയ്യുക? അപ്പോൾ വീണ്ടും അതിലൊരു ചോദ്യം വന്നു കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ഷാക്കിർ പറയാന് ഹൽ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിനക്കിഷ്ടമാണോ? ലുഅബതൻ കളി, അലൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിലുള്ള കളി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഗെയിം നിനക്കിഷ്ടമാണോ എന്ന്. ഹൽ തുഹിബ്ബു ലുഅബതൻ അലൽ ഇന്റർനെറ്റ്, ഓൺലൈൻ കളി നിനക്ക് ഇഷ്ടമാണോ, ഓൺലൈൻ ഗെയിം നിനക്ക് ഇഷ്ടമാണോ? അപ്പോൾ സാലിം പറഞ്ഞില്ല അല ഉഹിബ്ബുഹ, എനിക്കത് ഇഷ്ടമല്ല, അത് മനുഷ്യൻ്റെ പിന്നെ കാഴ്ച കളയുന്നതും ബുദ്ധി കളയുന്നതും പഠിക്കാനുള്ള താല്പര്യം ഇല്ലാതാക്കുന്നതും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ചീത്ത കേൾക്കുന്നതും അടി കിട്ടുന്നതും ഒക്കെയായ ഒരു പരിപാടിയാണ്. അത് എനിക്കിഷ്ടമല്ല. അല്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കാരം അല്ലേ. വെറുതെ അസുഖങ്ങൾ വരുത്താൻ വേണ്ടി നോക്കണ്ട. പിന്നെ മൊബൈൽ കണ്ട് ഗെയിമിന് അഡിക്റ്റായി എത്രയോ ആളുകൾ മാനസിക നില തെറ്റി ആശുപത്രിയിൽ വരെ വെറുതെ ഇങ്ങനെ കയ്യിൽ മൊബൈലില്ലാണ്ട് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഉറക്കത്തിലും ഗെയിം കളിക്കുക, വെടിയൊക്കെ അങ്ങനെ കിടന്നിട്ട് ഉറക്കത്തിൽ. അതുപോലെ ക്യാൻസർ വരിക, ഇങ്ങനെ ഭീകരമായ രോഗങ്ങൾ വരുന്നവരുണ്ട് മൊബൈലിൽ അഡിക്റ്റായ ആളുകൾ. അതുകൊണ്ട് മൊബൈൽ ഉപയോഗം ശ്രദ്ധിക്കുക. നമ്മളെ ബുദ്ധി കുറയും, ശരീരം ക്ഷീണിക്കും, അസുഖങ്ങളുണ്ടാക്കും, പൊട്ടന്മാരാകും, പൊട്ടികളും ആകും. ഓക്കെ,
അപ്പോൾ ഉമ്മ മൊബൈൽ കാണണ്ട, വാപ്പ മൊബൈൽ കാണണ്ടെന്ന് പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടും ചൂടായിട്ടൊന്നും കാര്യമില്ല. അതെന്താണ്, നമുക്ക് അതിനാൽ ബുദ്ധിമുട്ടുണ്ടാവും. പോട്ടെ. ഇനി ഷാക്കിർ പറയാൻ ഹൽ തുഹൈബു ഇത്ആമു തുയൂരി. അപ്പോൾ 2 പദ്ധതി പറഞ്ഞു. ഒന്ന് നമുക്ക് പന്ത് കളിക്കുക, അപ്പോൾ പന്തില്ല, പിന്നെ പന്ത് കളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇൻ്റർനെറ്റ് ഗെയിം, ഓൺലൈൻ ഗെയിം കളിക്കുക, ഓനക്ക് മറ്റാൾക്ക് അത് ഇഷ്ടമില്ല, ഒരാൾക്ക് ഇഷ്ടമാണ് മറ്റാൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ ആ കളിയും കൊളായി. ഇനിയിപ്പോൾ അടുത്ത കളി എന്നാൽ നമുക്ക് ഹൽ തുഹൈബു, നിനക്ക് ഇഷ്ടമാണോ ഇത്ആമു തുയൂരി. തുയൂർ പറഞ്ഞാൽ പക്ഷികൾ, ഇത്ആമ പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക. ഹൽ ഇവിടെ ഹല്ല് വന്നു കേട്ടാ. ഹൽ തുഹൈബു, നിനക്ക് ഇഷ്ടമാണോ എന്നുള്ള അർത്ഥം. ഹൽ ആണോ, ഹൽ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് കേട്ടോ. ഹൽ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഹൽ തുഹൈബു, നിനക്ക് ഇഷ്ടമാണ് ഇത്ആമു തുയൂരി, പക്ഷികൾക്ക് തീറ്റ കൊടുക്കൽ എനിക്ക് ഇഷ്ടമാണോ? അപ്പോൾ സാലിമാർ നാം ഹാദി ഫിക്രത്തുൻ റായത്ത്, ഇത് നല്ല ഒരു മനോഹരമായ ചിന്ത. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. ഹാദിഹി, ഇത് മുമ്പ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹാദി എന്ന് പറയാൻ എന്താ കാരണം, ഫിക്രത്തുൻ എന്നതിൽ താഴുണ്ട്. ഹാദിഹി ഫിക്രത്തുൻ റായത്ത്, ഇത് മനോഹരമായ ഒരു ചിന്തയാണ്. എന്നാൽ അടുത്ത ചോദ്യമാണ് ഇനി കൈഫ. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ഇസ്തിഫാമിൻ്റെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണം എന്നാണ് പറഞ്ഞത്. മാതാ, കൈഫ, ഹല്ല്. ഹല്ല് ഉണ്ട്, ഹല്ല് നമ്മൾ പറഞ്ഞു. ഇനി കൈഫ, എങ്ങനെ നുതൈമു നമ്മൾ ഭക്ഷണം കൊടുക്കും, എങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കുക? അപ്പോൾ ഷാക്കിർ പറയാണ് നൻഷുറു അർറുസ അലൽ അർലി. നൻഷുറു റുസ അലൽ അർലി, ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അരി ഇങ്ങനെ വിതറിയിടുക, വാരി വിതറാം. ഫത്തായത്തി തുയൂർ, അപ്പോൾ പക്ഷികൾ ഇങ്ങനെ വരും, എന്നിട്ട് അവറ്റകളെ തിന്നോളും. നമുക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുക അല്ലേ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയ പ്രാവുകൾക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കണം കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ പാടത്തിൻ്റെ ഫോട്ടോയിൽ പ്രാവിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നൻസുറു റുസാലല്ല അർലി, ഭൂമിയിൽ നമുക്ക് ഇങ്ങനെ അരി വിതറാം. റുസു പറഞ്ഞാൽ അരി, ഇത്ര നൻസുറു പറഞ്ഞാൽ നമുക്ക് വിതറാം. അപ്പോൾ പക്ഷികൾ വരും. സാലിം മയ്യാത്തി ബിർ റുസി, അപ്പോൾ അരി പാര കൊണ്ടുവരിക, ഉമ്മാൻ്റെ നടി ഇട്ടോലോ. അപ്പോൾ അരിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന മയ്യാത്തി ബിർ റുസി, റുസുമായിട്ട് മൻ ആര് എത്തി കൊണ്ടുവരും. ബിർ റുസി, അരി ആരാ കൊണ്ടുവരിക? അപ്പോൾ ഷാക്കിർ പറയാണ് ഹയ്യാ നഅ്തിബിഹി മഅൻ, നഅ്തിബിഹി അതിനെ കൊണ്ടുവരും, മഅൻ ഒപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൂട്ടരും കൊണ്ടുവരിക. ഇയും കുറച്ച് കൊണ്ടുവരിക, ഞാനും കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് വനുതേമു ഹാ, എന്നിട്ട് അതുകൊണ്ട് നമുക്ക് പക്ഷികളെ ഭക്ഷിപ്പിക്കാം. ഇതാണ് നമ്മുടെ പാഠം. ഓക്കെ മക്കളെ, പാഠം കഴിഞ്ഞു. ഇനി നോക്കുക ഇപ്പുറത്തെ പേജ് നോക്കുക. ഇപ്പുറത്തെ പേജിൽ ആണല്ലോ നമ്മളുള്ളത് അല്ലേ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് വാക്കുകളാണ്. മാതാ, എന്താ അർത്ഥം, എന്താണ്. മാ, എന്ത്. നഅം, അത്. അപ്പം മാ എന്ന് പറഞ്ഞാൽ എന്ത്, മാതാ എന്താണ്. നഅം, അതെ എന്നർത്ഥം. നാം യെസ് എന്ന് നമ്മൾ പറയില്ലേ, അത് ആ മീനിങ് ആണ് നാമിന്. അയിന, എവിടെ. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ, ഇല്ല എനിക്കിഷ്ടമല്ല, ഇൻ്റർനെറ്റ് കളി എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ പറഞ്ഞില്ല, ഇല്ല. പിന്നെ ഹൽ, എൻ്റെ അർത്ഥം എന്താ, ഉണ്ടോ. ഇതൊക്കെ അർത്ഥം പഠിച്ചു വെക്കണം കേട്ടോ. കൈഫ, എങ്ങനെ. മൻ, ആരാണ്. ഇനി അടുത്തത് നോക്കാം. നസ്അലു വനുജീബു ജവാബൻ, നമ്മൾ വായിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചോദ്യം ചോദിക്കും, നമ്മൾ ഉത്തരം പറയും അല്ലേ. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഇവിടെ എന്താ ഉള്ളത്, മസ്മുക്ക. ഇത് നമ്മളിങ്ങനെ വായിക്കുക. മസ്മുക്ക, ഈ പാഠത്തിൽ ഇങ്ങനെ ഒരാൾ ചോദ്യം ചോദിക്കുന്ന, ഒരാൾ ഉത്തരം പറയാണ് കേട്ടോ. മസ്മുക്ക, നിൻ്റെ പേരെന്താണ്. അപ്പോൾ അയാൾ എന്തെന്ന് പറയാണ്, ഇസ്വി സഫ്വാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ഈ ചോദ്യം നമ്മളോടാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് മറുപടി പറയണം, നിങ്ങളെ പേര് അവിടെ എഴുതുക. ഇസ്മി ആദിലുൻ, ഇസ്മി ഫാത്തിമത്തുൻ, ഇസ്മി അബ്ദുറഹ്മാൻ, ഇസ്മി യാസീനുൻ എന്താണോ എങ്കിൽ അവിടെ ഇസ്മി അങ്ങനെ അവിടെ എഴുതണം കേട്ടോ. അവിടെ ചുമന്ന കളറിൽ എഴുതി കൊടുത്ത് ആ വിട്ട ഭാഗത്ത് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും, ആ മറുപടിയാണ് അവിടെ എഴുതേണ്ടത്. ഇനി പാഠത്തിൽ ചോദിക്കാണ്, മാതാ യദിക്ക, നിൻ്റെ കയ്യിൽ എന്താണ്. മാതാ എന്താണ്. ഫി യദിക്ക, നിൻ്റെ കയ്യിൽ. മാതാ ഇട്ടിട്ട് ചോദിക്കുകയാണ്. ഫീ എന്ന് പറഞ്ഞാൽ ഇൽന്നർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അത് അല്ലേ. അപ്പോൾ എന്താ മറുപടി പറഞ്ഞാൽ, ഫിയദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ കിതാബാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പേനയാണെങ്കിൽ നിങ്ങൾ എന്തെന്ന് എഴുതണം അവിടെ, ഫിയദി കലമി, എൻ്റെ കയ്യിൽ എൻ്റെ എന്താണ് പിന്നെ പേനയാണ്. അതല്ല ഇനി നിങ്ങളെ ബാഗാണെങ്കിലോ, ഫിയദി ഹഖീബത്തി, എൻ്റെ കയ്യിൽ എൻ്റെ ബാഗാണ്. അങ്ങനെ ഇതല്ലാത്തൊരു യോജിച്ചൊരു ഉത്തരം നിങ്ങളവിടെ എഴുതി കൊടുക്കണം. അയിന മദ്രസത്തുക, അടുത്ത ക്വസ്റ്റ്യൻ. അയിന മദ്രസത്തുക, അയിന എവിടെ. മദ്രസത്തു, മദ്രസ. കി, ഇത് പെണ്ണിനോടാണ് ചോദിക്കണം കേട്ടോ. പുരുഷനോടാണ് ചോദിക്കണമെങ്കിൽ മാതാ ഫിയദിക്ക എന്ന് നേരത്തെ പറഞ്ഞു. പുരുഷനോടാണെങ്കിൽ ഖാന്നും സ്ത്രീയോടാണെങ്കിൽ കീ എന്നാണ് ചോദിക്കുക. അയിന മദ്രസത്തു കി, നിൻ്റെ മദ്രസ എവിടെയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, മദ്രസത്തി, എൻ്റെ മദ്രസ ഫിൽ മദീനത്തി, പട്ടണത്തിലാണ്. ഇനി നമ്മളെ മദ്രസ പിന്നെ ഗ്രാമത്തിലാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയാ,
മദ്രസതി ഫിൽ ഖറിയത്തി അങ്ങനെ പറയാം കേട്ടാ. ഫിൽ ഖറി ഫീ വരുമ്പോൾ അവസാനം കസർ കൊടുക്കണം. ഫിൽ ഖറിയത്ത ഖറിയത്തു എന്ന് പറയാൻ പാടില്ല, ഫിൽ ഖറിയത്തി എന്ന് പറയണം. ഇനി നാലാമത്തെ ഹൽ തുഹിബുൽ ഖിറാഅത്ത, വായന നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അതിന് മറുപടി എന്താ അദ്ദേഹം പറയുന്നത്, മറ്റേ ആൾ പറയുന്നത്, ഇത് ഒരാളോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ, രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. ഞാൻ അതെ ഒഹിബുൽ ഖിറാഅത്ത, ഖിറാഅത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖിറാഅത്ത് പറഞ്ഞ വായനയെ നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് വായന ഇഷ്ടമല്ല. അപ്പം നിങ്ങളെങ്ങനെ പറയാ? വായന ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ പറയണം, ഇല്ല നാം എന്നുള്ളിടത്ത് ലാ എന്ന് കൊടുക്കുക. എന്നിട്ട് ഒഹിബുൽ ഖിറാഅത്ത, ഖിറാഅത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒഹിബുൽ ഖിറാഅത്ത. ഇനി നിങ്ങൾ വേറെ എന്തിനേലാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനെ കൊടുക്കുക, അതിന് യോജിച്ച രീതിയിൽ അവിടെ ഉത്തരം എഴുതാം. ഇനി ഹൽ ഇന്തൊക്കെ ദറാജത്തുൻ, നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ? ദറാജത്ത് പറഞ്ഞ സൈക്കിള്. അപ്പം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ. നഅം ഇന്ദി ദറാജത്തുൻ, അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇദ്ദേഹം പറയുന്നത്, അതായത് ഈ രണ്ട് പേരിൽ മറ്റാൾ പറയുന്നതാണ് ഇല്ല ലൈസ ഇന്ത്യ, എൻ്റെ അടുക്കലില്ല ദറാജത്തുൻ, സൈക്കിളില്ല. നിങ്ങളിതുണ്ടെങ്കിൽ എന്ന് പറയാം, നാം ഇന്ദി ദറാജത്തുൻ, എൻ്റെ അടുക്കൽ സൈക്കിളുണ്ട്. അങ്ങനെ ഉത്തരം കൊടുക്കാം. ഓക്കെ. കൈഫ ഹാലുക്കി, പെൺകുട്ടിയോടെ ചോദിക്കണേ, നിൻ്റെ അവസ്ഥ എന്താണ്? അൽഹംദുലില്ലാ അന ബി ഖൈർ, ഞാൻ അൽഹംദുലില്ലാ അള്ളാഹുവിന് സർവ്വസ്തുതിയും, അന ബി ഖൈർ, ഞാൻ നല്ല ഖൈറിലാണ്, സന്തോഷത്തിലാണ്. ഇതിന് വേറെ എന്ത് മറുപടി കൊടുക്കുക? അൽഹംദുലില്ലാ അന ബി സൈൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കാം കേട്ടോ. മൻ മാക്ക, നിൻ്റെ കൂടെ ആരാണുള്ളത്? മഈ, എൻ്റെ കൂടെയുള്ളത്. അഹി, എൻ്റെ കൂട്ടുകാരൻ. അൽ കബീർ, അല്ല എൻ്റെ സഹോദരൻ. അൽ കബീർ, വലിയ സഹോദരനാണ്. അവിടെ നിങ്ങളെ ചെറിയ സഹോദരനാണെങ്കിൽ മഈ അഹിൽ സഗീർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മഈ ഉഖ്തിൽ കബീറു, അല്ലെങ്കിൽ ഉഖ്തി സഗീറു, ഉഖ്തിൽ സഗീറത്തു എന്ന് കൊടുക്കുക. കബീറത്തു സഗീറത്തു എന്ന്. എങ്ങനെ? മഈ, എൻ്റെ കൂടെ ഉള്ളത് വലിയ സഹോദരനാണ് എന്നാണ് ഇതിലുള്ളത്. നിങ്ങൾ പറയാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ചെറിയ സഹോദരിയാണ്. അപ്പം എങ്ങനെ പറയണം? മഈ ഉഖ്തി സഗീറത്തു എന്ന് പറയണം. വലിയ സഹോദരിയാണെങ്കിൽ മഈ ഉഖ്തിൽ കബീറത്തു എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ പൂരിപ്പിക്കാം. ഇനി ഇപ്പുറത്തെ പേജ് മറിക്കാം. ഓക്കെ. ഇവിടെ പിന്നെ ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരെടുത്ത് എഴുതാനാണ് ഉള്ളത്. യൽ അബു, കളിക്കും, ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഇവിടെ ശരിയായ ചോദ്യം എന്താ ചോദിക്കുക? മാ ഉണ്ട്, മഞ്ഞുണ്ട്, മാതയുണ്ട്. ഇതിലേതാണ് ശരിയായ ആൻസർ? അതിൽ നമ്മൾ മൻ, ആരാണ് യൽഅബു ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുക, മന്നാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ തൊഹിബു സിബാഹത്ത, സിബാഹത്തിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അവിടെ ഹല്ലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഹൽ തൊഹിബു സിബാഹത്ത, നിനക്ക് നീന്തൽ ഇഷ്ടമാണോ എന്നാണ്. സിബാഹത്ത് പറഞ്ഞ എന്താ അർത്ഥം? നീന്തൽ നിനക്ക് ഇഷ്ടമാണോ? പിന്നെ അടുത്തടുത്ത് 3 ബൈത്തുക, അപ്പോൾ എന്താ ചോദിക്കുക? നിൻ്റെ ഹൽ ബൈത്തുക, നിൻ്റെ വീടുണ്ടോ എന്നാണോ? മൻ ബൈത്തുക, നിൻ്റെ വീട് ആരാണെന്നാണോ? അയിന ബൈത്തുക, നിൻ്റെ വീട് എവിടെയാണെന്നാണോ? എങ്ങനെയാണ് സൂട്ടബിളായ ചോദ്യം ഇവിടെ വരിക? അയിനയാണ് അല്ലേ? അയിന ബൈത്തുക, എൻ്റെ വീട് എവിടെയാണ്? പിന്നെ ഫിൽ ഹഖീബത്തി, ബാഗിൽ എന്നാണുള്ളത്. അപ്പം എന്താണ്? അയിന ഫിൽ ഹഖീബത്തി, എവിടെ നിൻ്റെ ബാഗിൽ എന്നാണോ? മാതാ ഫിൽ ഹഖീബത്തി, നിൻ്റെ ബാഗിൽ എന്താണെന്നാണോ? ഫിൽ ഹഖീബത്തി, ഇതിൽ ഈ 3 ഏതാ ഫിൽ ചെയ്യുക? മാതയാണ് അല്ലേ, ബാഗിൽ എന്താണെന്നുള്ളത്. അടുത്തത് ഡാഷ് തദ്ഹബു ഇല സൂഖി, തദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, ഇല സൂഖി, അങ്ങാടിയിലേക്ക്. അപ്പോൾ കൈഫ തദ്ഹബു, എങ്ങനെ പോകും? ഇല സൂഖി, അങ്ങാടിയിലേക്ക് എങ്ങനെ പോവുക അല്ലേ? അങ്ങനെയാണ് അവിടെ സൂട്ടബിളായത്. ഇനി 6-ാമത്തത് ഇസ്മു അബീക്ക, ഇസ്മു അബീക്ക, നിൻ്റെ വാപ്പാൻ്റെ പേര്. അപ്പോൾ അയിന ഇസ്മു അബീക്ക എന്നാണോ? നിൻ്റെ വാപ്പാൻ്റെ പേര് എവിടെയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. മൻ ഇസ്മു അബീക്ക, നിൻ്റെ വാപ്പാൻ്റെ പേര് ആരാണെന്ന് ചോദിക്കുക, അങ്ങനെ പറ്റുമോ? അതും പറ്റൂല. പിന്നെന്താ പറ്റുക? മസ്മു, എന്താണ് പേര് അബീക്ക നിൻ്റെ വാപ്പാടെ, അതാണ് അവിടെ യോജിച്ച ആൻസർ. ഇനി ചേരുമ്പടി ചേർക്കാനാണ് അല്ലേ. മാത ഉണ്ട്, മാ ഉണ്ട്, കൈഫുണ്ട്, അയിനുണ്ട്, മഞ്ഞുണ്ട്. ഇത് യോജിപ്പിക്കണം. മാതാ ബൈത്തുക്കും, മാതാ തക്തുബു, ഏതാതിൽ ശരിയാവുക? മാതാ ഉസ്താദുക്ക, മാതാ ഇസ്മുക്ക, മാതാ ഹാലുക്കി. ഇതിലേതാ ശരിയായ ആൻസർ? ആലോചിച്ചിട്ട് വേണം. മാതാ എന്ത്? ഇനി ബൈത്തുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്, തക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുന്നു അല്ലേ, ഉസ്താദുക്ക നിൻ്റെ ഉസ്താദ്, ഇസ്മുക്ക നിൻ്റെ പേര്, ഹാലുക്കി പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൽ ശരിക്കുള്ള ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം, അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ ഒന്നാമത്തത്
മാതാ തക്തുബു, അങ്ങനെയാണ്. മാതാ തക്തുബു, എന്താണ് നീ എഴുതുന്നത്. മസ്മുക്ക, രണ്ടാമത്തത് മസ്മുക്ക, എന്താണ് നിന്റെ പേര്. മൂന്നാമത്തത് കൈഫ ഹാലുക്കി, എന്താണ് നിന്റെ അവസ്ഥ, നിന്റെ വിശേഷം എന്താണ്. ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്. മൻ ഉസ്താദുക്ക, നിന്റെ ഉസ്താദ് ആരാണ്. അങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തത് യഖ്റഉ സാലിമുൻ അൽ ഖുർആന, സാലിമ് ഖുർആൻ ഓതുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം, മൈ യഖ്റഉൽ ഖുർആന, ആരാണ് ഖുർആൻ ഓതുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്. യഖ്റഉ സാലിമുൻ അൽ ഖുർആന, ഖുർആൻ ഓതുന്ന ആരാണ്. സാലിമ് ഖുർആൻ ഓതുന്നു. അപ്പോൾ ആരാണ് ഖുർആൻ ഓതുന്നത്. സാലിമ് ഖുർആൻ ഓതുന്നു. ഇതുപോലെ ഇനി വിട്ട ഭാഗത്ത് എന്തൊക്കെ ഒരു ചോദ്യത്തിന് പറ്റുന്ന രീതിയിൽ ഇവിടെ വന്നിട്ടുള്ള ആ വാക്കിന് പറ്റിയൊരു ആൻസർ നിങ്ങളിവിടെ എഴുതണം. ആൻസർ അല്ല, ഒരു ചോദ്യം. ചോദ്യത്തിന് ഉത്തരമാണ് യഖ്റഉ സാലിമുൽ ഖുർആന, ആര് ഖുർആൻ ഓതുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് യഖ്റഉ സാലിമുൽ ഖുർആന, സാലിം ഖുർആൻ ഓതുന്നു. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ക്വസ്റ്റിൻ്റെ ഭാഗമൊക്കെ വിട്ടെടുക്കാണ്, ആൻസറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനാണ് എന്ത് ചെയ്യേണ്ടത്, പൂരിപ്പിക്കേണ്ടത്. ഇവിടെ എന്താണ്. നഅം, അതെ. സമീഅതു, ഞാൻ കേട്ടു. അൽ അദാന, ബാങ്ക് ഞാൻ കേട്ടു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. ഹൽ സമീഅത്തൽ അദാന, നീ ബാങ്ക് കേട്ടോ. നഅം, അതെ. സമീഅത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു. അടുത്തത് ഹക്കീബത്തി അല ത്വാവിലത്തി, എൻ്റെ ബാഗ് മേശയുടെ മേലാകുന്നു. അപ്പോൾ എങ്ങനെ ചോദ്യം അവിടെ വരിക. അവിടെ ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. ഐന ഹക്കീബത്തുക, നിൻ്റെ ബാഗ് എവിടെയാണ്. അപ്പോഴാണ് ഹക്കീബത്തി, എൻ്റെ ബാഗ് അലത്താവിലത്തി, മേശയുടെ മേലാണ് എന്ന് പറയുക. പിന്നെ അടുത്തത് യൽ അബു, കളിക്കുന്നു. സാലിമുൻ, സാലിമു കളിക്കുന്നു. ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നു. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ അങ്ങനെ ഒരു ഉത്തരം കിട്ടാൻ എന്ത് ചോദ്യം അവിടെ ചോദിക്കേണ്ടത്. മൻ യൽ അബു ബിൽ ഖുറത്തി, ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്ത് പറയണം. യൽ അബു സാലിമു ബിൽ ഖുറത്തി. അൽഹംദുലില്ലാ അന ബി ഖൈർ, അൽഹംദുലില്ലാ, സർവ്വസ്തുതി അല്ലാഹുവിനാണ്. അന ബി ഖൈർ, ഞാൻ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം നമ്മൾ ചോദിക്കണം. എന്ത് ചോദ്യം. കൈഫ ഹാലുക്ക, എന്താണ് നിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കണം, അല്ലേ. കൈഫ ഹാലുക്കനാണ് ചോദിക്കേണ്ടത്. ഇസ്മി ഖദീജത്തുൻ, എൻ്റെ പേര് ഖദീജ എന്നാകുന്നു. അപ്പോൾ എന്ത് ചോദ്യമാണ് അവിടെ ചോദിക്കേണ്ടത്. ഇവിടെ ഖദീജത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഖദീജ പെണ്ണാണ്. അപ്പം മസ്മുക്ക എന്നല്ല ചോദിക്കേണ്ടത്, മസ്മുക്കി എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഇസ്മി ഖദീജത്ത്, എൻ്റെ പേര് ഖദീജ എന്നാകുന്ന, അപ്പോൾ പെണ്ണിനോടാണ് ചോദ്യം. അപ്പോൾ മസ്മുക്ക എന്നല്ല മസ്മുക്കി എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളെ ചിലതിലൊക്കെ തെറ്റായ ആൻസറുകൾ ഉണ്ടാകാം, അപ്പോൾ ശ്രദ്ധിക്കാം. മസ്മുക്കി. പിന്നെ ലാ ലൈസ ഇന്തി ജവ്വാലു, ലാ ഇല്ല. ലാ ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ അർത്ഥം. ഇന്തി എൻ്റെ അടുക്കലില്ല, ജവ്വാലിന് മൊബൈലില്ല. അപ്പോൾ ഈ ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണം. ഹൽ ഇന്ദക ജവ്വാലുൻ, നിൻ്റെ അടുക്കൽ മൊബൈലുണ്ടോ. ഹൽ ഇന്ദക ജവ്വാലുൻ, നിൻ്റെ അടുക്കൽ മൊബൈലുണ്ടോ എന്ന് ചോദിച്ചാലാണ് നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ലാ ലൈസ ഇന്ദി ജവ്വാലുൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഈ ചോദ്യങ്ങൾ നമ്മൾ 5 ചോദ്യവാക്കുകളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ. മായും ഐനയും മന്നും മുമ്പ് പഠിച്ചതാണ്. മാതയും കൈഫയും ഹല്ലും ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 6 വാക്കുകൾ, 5 ൽ 6. അപ്പോൾ വമാദറാക്കമൽ ഹുത്തമ, അതിൽ 2 മാ വന്നിട്ടുണ്ട്, അല്ലേ. വമാദറാക്കമൽ ഹുത്തമ ചോദ്യമായിട്ടുള്ള ചോദ്യമാണ്. ഹൽ അത്താക ഹദീസുൽ ഖാസിയ, ഹല്ല് വന്നു. മന്ദല്ല യശ്ഫഉ, ആരാണ് മൻ അവിടെ ചോദിച്ചു. യസ്അലൂനക മാദാ യുംഫിഖൂൻ, മാദാ യുംഫിഖൂൻ, അല്ലേ. മാദാ ഐന ശുറക്കാക്കും, ഐന കൈഫ, ഇതൊക്കെ എന്താണ് ഖുർആനിലുള്ള വാക്കുകളാണ്. ഇസ്തിഫ്ഹാമിൻ്റെ പദങ്ങൾ, ചോദ്യ രൂപത്തിലായിട്ട് വരുന്ന വാക്കുകൾ. അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് മക്കളെ. അങ്ങനെ നമ്മൾ ലിസാനുൽ ഖുർആന് പിന്നെ 3ാം ക്ലാസ്സിലെ 4 പാഠം ചർച്ച കഴിഞ്ഞു. നന്നായി പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടി വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം കൂടി കണ്ടെത്തിയിട്ട് നമുക്കത് അവസാനിപ്പിക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കുക. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ചേരുപടി ചേർക്കാനാണ്, അല്ലേ. കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. ഇവിടെ ഉള്ളത് മന്നാണ്. മന്നിട്ടിട്ട് ഇവിടെ ചോദിക്കാൻ പറ്റിയ എന്താണ്. മൻ ഹാലുക്കി, മൻ ഇസ്മുക്കി, മൻ ഉസ്താദുക്ക, അല്ലേ. മൻ തക്തുബു, മൻ ബൈത്തുക്കും. ഇതിലേതാ ചോദിക്കാൻ പറ്റുക. മൻ ഉസ്താദുക്ക, നിൻ്റെ ഉസ്താദ് ആരാണ്. ഐന ഇട്ടിട്ട് എന്താണ്. ഐന ബൈത്തുക്കും, ഇതൊക്കെ പാഠത്തിൽ വന്നിട്ടുള്ളതാണ്. ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്. കൈഫ ഹാലുക്കി, നിൻ്റെ വിശേഷം, നിൻ്റെ അവസ്ഥ എന്താണ്.
പിന്നെ മസ്മുക നിൻ്റെ പേരെന്താണ്, മാ വന്ന ഇസ്മുക അല്ലേ, മാതാ തക്തുബു എന്താണ് നീ എഴുതുന്നത്, ഇങ്ങനെയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം എടുത്ത് എഴുതാനാണ്. യാ സാലിമു, സാലിമു എന്ന് പറയുന്നത് ആൺകുട്ടിയാണ്, ഒരാളാണ്, അപ്പോൾ ഇതെന്ന് പറയണം അൻറ്റാണ് അവിടെ കൊടുക്കേണ്ടത്. യാ ഫാത്തിമത്തു എന്ന് പറയുമ്പോൾ ഫാത്തിമ പെണ്ണാണ്, ഒരാളേ ഉള്ളൂ, ഫാത്തിമ ഒരു പെണ്ണേ ഉള്ളൂ, അപ്പോൾ അൻതി കൊടുക്കണം അല്ലേ. യാ അബ്നാ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ, കുറേ ആൺകുട്ടികളുണ്ട്, പിന്നെ സ്ഥലത്തുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ എന്താണ് യാ അബ്നാ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരം അൻത, അൻതും, അൻതി ഇതാണുള്ളത്. അൻത എന്ന് പറഞ്ഞാൽ ഒരാണാണ്, അൻതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്, അൻതു എന്ന് പറഞ്ഞാൽ കുറേ ആണുങ്ങളാണ്, യാ അബ്നാ എന്ന് പറഞ്ഞാൽ കുറേ ആൺകുട്ടികളാണ്, അപ്പോൾ അൻതുമാണ് പൂരിപ്പിക്കേണ്ടത്. ജവാദുൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ് അല്ലേ, ജവാദുൻ ഒരാളാണ്, അപ്പോൾ ജവാദുൻ. പിന്നെ ബ്രാക്കറ്റിലുള്ള എന്താണ് ഹുവ ഉണ്ട്, അവൻ, ഹി ഉണ്ട്, അവൾ, അൻതി എന്ന് പറഞ്ഞാലും നീ എന്നർത്ഥം. അപ്പോൾ ജവാദുൻ ജവാദ്, ഹുവ ഉസ്താദി അതാണ് എൻ്റെ ഉസ്താദ്, മൂപ്പരാണ് എൻ്റെ ഉസ്താദ്. പിന്നെ ഫാത്തിമത്തു ഫാത്തിമയാകുന്ന ഒരു പെണ്ണാണ് അല്ലേ, ഫാത്തിമത്തു. ഹിയ ഉഖ്തി അവളാണ് എൻ്റെ സഹോദരി. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷനാണ്, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പുരുഷന്മാരാണ്, ഹിയ എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ ഫാത്തിമത്തു യ ഉഖ്തി ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. പിന്നെ ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി ഇതൊക്കെ പാഠത്തിൽ വന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ എന്തെന്ന് പറയണം അന മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച ഉത്തരം എടുത്തിട്ട് വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കണം. ഡാഷ് മാജിദുൻ ഇലൽ മദ്രസത്തി മാജിദ് മദ്രസയിലേക്ക് എന്താണ് യദ്ഹബു മാജിദുൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നു. മാജിദു മിനസ് സുംബൂരി മാജിദ് എന്ത് ചെയ്യുന്നു, പൈപ്പിൽ നിന്ന്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് യതവല്ലവു ചെയ്യുന്നു. പിന്നെ ഡാഷ് മാജിദുൻ അൽ മാ മാജിദ് വെള്ളം യശ്റബു കുടിക്കുന്നു. ഡാഷ് മാജിദ് അൽ മസ്ജിദ അതിനുശേഷം മാജിദ് മസ്ജിദിൽ യദ്ഖുലു പ്രവേശിക്കുന്നു. എങ്ങനെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ലമീറുകളാണ്, ആ ലമീർ വിട്ടത് പൂരിപ്പിക്കാനാണ്, നിങ്ങൾ പൂരിപ്പിച്ച് ചെയ്താട്ടോ. ഹുമാഹും ഹിയവുമാവുന്ന അന്തന്തുമാന്തും അന്തി അന്തുമാന്തുന അനാനഹനോ 14 നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി ഹയ്യാൻ എൻസഹിൽ ഫീലൽ മുലാരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ മുലാരിയായ ഫീലാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ മാലി ഇവിടെ എഴുതാൻ അടിയിൽ എഴുതണം. അപ്പോൾ യദ്ഹബു അതിൻ്റെ മാലി എന്താ ദഹബ, യസ്മൗ അതിൻ്റെ മാലി എന്താ സെമിയ അല്ലെ, തുസല്ലി അതിൻ്റെ മാലി എന്താ സൊല്ല അല്ലെ, യുസല്ലി സൊല്ല. യഖൂലു അതിൻ്റെ മാലി എന്താ കാല, യർജിയു അതിൻ്റെ മാലി എന്താ റജ അല്ലേ. ഇത്രയാണ്. അപ്പോൾ ഇവിടെ മുലാരി എന്നുണ്ട് മാലി എഴുതാൻ, ചിലപ്പോൾ മാലി എന്നുണ്ടാവും മുലാരി എഴുതാൻ, ചിലപ്പോൾ മാലിയും തരും മുലാരിയും തരും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാണ്ടാവും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ മാലിയായ ഫീലിൻ്റെ കുറച്ച് കള്ളി തന്നിട്ടുണ്ട്, മുലാരിയായ ഫീലിൻ്റെ കുറച്ച് കള്ളി തന്നിട്ടുണ്ട്, എന്നിട്ട് വിട്ട ഭാഗമൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദഹബ മാലിയായ ഫീലാണ്, അതിൻ്റെ മുലാരി എഴുതാൻ ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണത് 11ാമത്തെ പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. 11ാമത്തെ പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ 12ാമത്തെ പേജിലുണ്ട് ദഹബ, അപ്പോൾ അതിൻ്റെ മാലി അതിൻ്റെ മുലാരി യദ്ഹബു. ഇനി ഇവിടെ തദ്ഹബു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തദ്ഹബു എന്നുള്ളത് മുലാരിയാണ്, അതിൻ്റെ മാലി എന്താണ് ദഹബത്ത് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി 3ാമത് സെമിയ, സെമിയൻ്റെ മുലാരി എങ്ങനെയാണ് യസ്മൗ എന്നാണ് വരേണ്ടത്. പിന്നെ അടിയിൽ ബസ്മാവു എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബസ്മാവു അല്ല അവിടെ തസ്മവു ആണ്, ബാക്ക് ബാന്നല്ല മേലെ 2 പുള്ളിയാണ് കേട്ടോ, തസ്മാവു. മുലാരി തസ്മവു ആകുമ്പോൾ അതിൻ്റെ പിന്നെ മാലി എങ്ങനെയാണ് സെമിയത്ത് എന്നാണ് വരിക. ഓക്കെ. സൊല്ല മാലിയാണ്, അതിൻ്റെ മുലാരി എങ്ങനെ വരിക സൊല്ല യുസല്ലി എന്നാണ് വരിക കേട്ടോ. പിന്നെ യഖൂലു അതിൻ്റെ മാലിയാണ് എഴുതേണ്ടത് കാലയാണ്. സൊല്ലത്ത് അത് മാലിയാണ്, അതിൻ്റെ മുലാരി എങ്ങനെ വരിക തുസല്ലി അല്ലേ, സൊല്ലത്ത് എന്ന് പറഞ്ഞാൽ തുസല്ലി. അപ്പോൾ ഇങ്ങനെ ആണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനുകൾ വരിക, സാധ്യത ഉണ്ടാവുക. അപ്പോൾ പാഠഭാഗത്തിലെ തദ്രീബാത്തിലെ എല്ലാ ക്വസ്റ്റ്യനുകളും വന്നിട്ടുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നല്ല മാർക്കോടുകൂടി വിജയിക്കാനുള്ള പരീക്ഷയ്ക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോൻ്റെ ഇടയിൽ വന്നിട്ട് നിങ്ങളുടെ പരീക്ഷ എത്ര കൊണ്ട് ഉപകാരപ്പെട്ടു, എത്ര മാർക്ക് ഉണ്ടാകും, സാധ്യത എത്ര ഉണ്ടാകും എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഇൻഷാ അല്ലാഹ് വീഡിയോ ഉപകാരപ്പെട്ട മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ഉസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.